ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് നമ്മുടെ they are not slaves or they are people with rights. ഇന്ന സ്ഥലത്ത് വ്യവസായ സൗഹാർദ്ദം ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, അത് അവിടെ ഒരു തർക്കവും ഇല്ലെന്നാണോ? ബിക്കോസ് ഒരു കൊടിയും കാണാൻ പാടില്ല, ഒരു സമരവും കാണാൻ പാടില്ല, ഈ ഗേറ്റ് മീറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ അവിടെ വ്യവസായ സൗഹാർദ്ദം ഉണ്ടെന്നാണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതല്ല, അത് വ്യവസായ സൗഹാർദ്ദത്തിൻ്റെ ഒരു ലക്ഷണമല്ല. ഒരു നോളജ് സൊസൈറ്റി ആയിട്ട് മാറാനായിട്ടുള്ള ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് ഇങ്ങനെ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് കിഫ്ബി വഴി, അപ്പോൾ അതിനൊക്കെ ഇത്രയും ഫൈനാൻസ് വേണം. ആ ഫൈനാൻസ് എങ്ങനെ കൊണ്ടുവരും? അന്ന് തോമസ് ഐസക്കും KM എബ്രഹാമും ഒക്കെ ചേർന്ന് വളരെ ഇൻജീനിയസ് ആയിട്ട്, എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ഫണ്ടിങ് മെക്കാനിസമാണ് അവർ കണ്ടുപിടിച്ചത്. വേറെ ഒരു സംസ്ഥാനത്തും ഈ ലാൻഡ് റിഫോംസ് ഒന്നും നടന്നില്ല. ഇത്രയും കോംപ്രഹെൻസീവായിട്ടുള്ള ലാൻഡ് റിഫോംസ് വേറെ ഒരു സംസ്ഥാനത്തും നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? അതിനെപ്പറ്റി ഞാൻ പല ചർച്ചകളും കണ്ടിട്ടുണ്ട്. ഇവിടെ കാർഷിക മേഖല തകർന്നു പോയി അതുകൊണ്ടെന്നൊക്കെ പറയുന്നത്, അത് എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ ശരിയായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു വികസിത രാജ്യത്തിന് റൈസിങ് ഇൻകംസ് വേണമല്ലോ. ഫാമിലി ഇൻകംസ് ഷുഡ് ബി റൈസിങ് ആൻഡ് റൈസിങ് ഫാസ്റ്റർ ദാൻ പ്രൈസസ് ഓഫ് കമോഡിറ്റീസ്. അപ്പോഴേ റിയൽ ഇൻകംസ് ഗ്രോ ചെയ്താൽ മാത്രമേ ഒരു വെൽഫെയറും കൂടെ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. വികസനം എന്ന് പറയുന്നത് അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാസ്സായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസും റിസർച്ച് ഡിഗ്രീസ് എടുക്കുന്നവർ പ്രീവിയസ്ലി അവർക്ക് കേരളത്തിൽ തൊഴിലവസരങ്ങളില്ലായിരുന്നു. നമ്മുടെ വ്യവസായവൽക്കരണം, ഈ സംസ്ഥാനത്തിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറണമെന്നായിരുന്നു കെൽട്രോൺ. അതായിരുന്നു ദ ഹോൾ ഐഡിയ ഫോർ കെൽട്രോൺ. നോട്ട് ജസ്റ്റ് TVs ഉണ്ടാക്കാനും പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടല്ലായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു അത്. അച്യുതമേനോൻ്റെ നയപ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ 2-3 കോൺക്രീറ്റ് സ്റ്റെപ്സ് എടുത്തെങ്കിലും അത് ഒരു 10 വർഷം കൂടെ അതിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫുൾ റിസൾട്ട്സ് വന്നേനെ. പക്ഷേ ആ 10 വർഷത്തെ സപ്പോർട്ട് കിട്ടിയില്ല. ഇപ്പോഴാണെങ്കിൽ ഈ ആദ്യത്തെ LDF ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നൗ സെക്കൻഡ് ടൈം അവർ ഇപ്പം ഈ മറ്റേ ആൻറ്റി ഇൻകംബൻസി കർസ് അവർ അതിജീവിച്ച് സെക്കൻഡ് ടൈം അവർ വന്നല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ദിസ് ഈസ് വെരി ഗുഡ് ഫോർ കേരള, നോട്ട് ഫ്രം എ പൊളിറ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ബട്ട് ഫ്രം എൻ ഇക്കണോമിക് പോളിസി പോയിൻ്റ് ഓഫ് വ്യൂ. ബിക്കോസ് ഒരു പോളിസി സ്റ്റെബിലിറ്റി 10 വർഷത്തേക്ക് ആദ്യമായിട്ട് കിട്ടുകയാണ്. AI ഈസ് ഓപ്പണിംഗ് ദ ഡോർ ടു എ വേൾഡ് വിച്ച് ഡിഡ് നോട്ട് എക്സിസ്റ്റ്, which is not being done. So AI is not making something faster or simpler. AI is making things possible which were not possible earlier. Upon there is everybody will welcome AI. China, Cuba, India, Kerala, everybody should welcome it because we all want to be part. Allengi nammal we will miss the bus. കേരളത്തിനെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ വികസനം അല്ലെങ്കിൽ സാമ്പത്തിക നയം എന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊരു വികസനത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അതൊരു മുതലാളിത്ത വികസനമാണെന്ന് ഉള്ളൊരു പരോക്ഷ വിമർശനം ഇപ്പോഴും വരുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു രീതിശാസ്ത്രം എന്തായിരിക്കണം എന്നാണ് സാറിന് തോന്നുന്നു? കേരളത്തിൻ്റെ നമ്മളിപ്പം മോഡേൺ കേരള എന്ന് പറയുന്നത് 1955 രൂപീകരിച്ച കേരള സ്റ്റേറ്റാണ് നമ്മളൊക്കെ പറയുന്നത്. ദാറ്റ്സ് ഫ്രോം 1955 ഓൺവേർഡ്സ്. അപ്പോൾ അതിന് മുമ്പിലത്തെ ടൈം എടുത്തില്ലെങ്കിൽ നമ്മൾ 1955 തൊട്ട് എടുത്തല്ലേ. കേരളം ബാക്കി ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കിയാൽ കേരളത്തിലാണെന്ന് തോന്നുന്നു ഒരു ഡെലിബറേറ്റായിട്ട് പബ്ലിക് പോളിസി ഈ വികസന ലക്ഷ്യം, അതായത് ആ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായും പിന്നെ സാമൂഹികമായും ഒക്കെ ഉള്ള വികസനത്തിനെ പറ്റി ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായതും ഒരു ദീർഘവീക്ഷണം ഉണ്ടായതും ചില ലക്ഷ്യങ്ങൾ, നമുക്ക് ഇങ്ങനത്തെ ഒരു സമൂഹം വേണം, ഇങ്ങനത്തെ ഉള്ള ഇത് വേണം, അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടൊക്കെ വെച്ചിട്ട് അന്നത്തെ സർക്കാരുകൾ ഒരു ഒരു ഒരു
സമയബന്ധിത പരിപാടി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അവർ ആവിഷ്കരിച്ചു വന്ന ഒരു അതായത് ആ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വികസനത്തിനെ പറ്റി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഭൂപരിഷ്കരണം, പിന്നെ പബ്ലിക് പ്രൊവിഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പബ്ലിക് പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത്, സാമൂഹിക ക്ഷേമം, അതായത് ഈ വീക്കർ സെക്ഷൻസിനൊക്കെ ഉള്ള ചില, അപ്പോൾ ഇതെല്ലാം ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത്. പിന്നെ വ്യാവസായിക വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ടും ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒട്ടാകെ ഇന്ത്യയ്ക്കും അന്നൊരു ഇതുപോലെ ഒരു ദീർഘവീക്ഷണം അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 5 year പ്ലാൻസ് എന്ന് പറഞ്ഞ ആ പ്രക്രിയ, ആ ഒരു അപ്രോച്ച് ആവിഷ്കരിച്ച് പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിട്ട് ഇങ്ങനത്തെ ചില ദീർഘവീക്ഷണത്തോടു കൂടി ആവിഷ്കരിച്ച ചില പരിപാടികളും പദ്ധതികളും ഒക്കെ നടപ്പാക്കാനായിട്ടുള്ള. അപ്പം കേരളത്തിൽ ചെയ്തത് ഇന്ത്യ രാജ്യത്ത് തന്നെ നടക്കുന്ന ആ പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ അന്നത്തെ ഈ പബ്ലിക് പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഭൂപരിഷ്കരണം ഇങ്ങനെ വലിയ ഇമ്പാക്റ്റുള്ള സോഷ്യൽ റിഫോംസൊക്കെ നടന്നു, ഇക്കണോമിക് റിഫോംസ് നടന്നു. വേറെ ഒരു സംസ്ഥാനത്തും ഈ ലാൻഡ് റിഫോംസ് ഒന്നും നടന്നില്ല. ഇത്രയും കോംപ്രഹെൻസീവായിട്ടുള്ള ലാൻഡ് റിഫോംസ് വേറെ ഒരു സംസ്ഥാനത്തും നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു, അതിനെപ്പറ്റി ഞാൻ പല ചർച്ചകളും കണ്ടിട്ടുണ്ട്. ഇവിടെ കാർഷിക മേഖല തകർന്നുപോയി അതുകൊണ്ടെന്നൊക്കെ പറയുന്നത്, അത് എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ ശരിയായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈ ഭൂപരിഷ്കരണം ഉണ്ടായതുകൊണ്ട് കാർഷിക മേഖല തകർന്നുപോയി. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അസംഷൻ ഉണ്ട് ദാറ്റ് ലാർജ് ലാൻഡ് ഹോൾഡിങ്സ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രൊഡക്റ്റീവായിരിക്കും, അത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, ചെറിയ ലാൻഡ് ഹോൾഡിങ്സ് ആർ അൺഇക്കണോമിക്കൽ എന്നൊക്കെ ഉള്ള ചില അസംഷൻസ്. ദോസ് അസംഷൻസ് ലോകത്തൊരിടത്തും ദേ ഹാവ് നോട്ട് ബീൻ പ്രൂവൻ ടു ബി കറക്റ്റ്. എവറിവെയർ എൽസ് ഇറ്റ് ഹാസ് ബീൻ ഷോൺ ദാറ്റ് സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് ആർ മച്ച് മോർ പ്രൊഡക്റ്റീവ് ദാൻ ലാർജ് ലാൻഡ് ഹോൾഡിങ്സ്. ലാർജ് ലാൻഡ് ഹോൾഡിങ്സ് ആർ വെരി പ്രോഫിറ്റബിൾ ഫോർ ദി ഓണർ, ബട്ട് ദേ ഡു നോട്ട് ക്രിയേറ്റ് അത്രയും ജോലികളും പിന്നെ ജോലി അവസരങ്ങളും രാജ്യത്തിനുള്ള നല്ല. ഇറ്റ് ഈസ് നോട്ട് ഓപ്റ്റിമൽ യൂസ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ഓപ്റ്റിമൽ യൂസ് ഓഫ് വാട്ടർ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ചെറുകിട ഈ ചെറിയ ലാൻഡ് ഹോൾഡിങ്സ് ഉള്ള കർഷകരാണ് കൂടുതൽ പ്രൊഡക്റ്റീവ്. ഇനി ഇതെല്ലാം അന്ന് നടന്നു. പിന്നെ there was a gap. ഒരു 55 തൊട്ട് ഒരു 70 ഒരു 75 വരെ കാര്യമായിട്ട് വേറെ വലിയ അന്നൊരു വ്യവസായ നയം എന്ന് പറയുന്നത് ചീപ്പ് ഇലക്ട്രിസിറ്റി ഓഫർ ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രീസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമമായിരുന്നു. അപ്പം ഈ EHT, എക്സ്ട്രാ ഹൈ ടെൻഷൻ, അതായത് ഹൈ എനർജി കൺസ്യൂമിങ് ഇൻഡസ്ട്രീസ് ലൈക്ക് അലുമിനിയം സ്മെൽറ്റിംഗ്, സിങ്ക് മാനുഫാക്ചറിങ്, പിന്നെ വേറെ ചില ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സസ് ഒക്കെ ഉള്ള കെമിക്കൽ ഇൻഡസ്ട്രീസ്, എടയാർ ആ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് they were attracted there by this very cheap power for EHT consumers. അവരെല്ലാം വന്ന് കുറച്ച് നാൾ നന്നായിട്ട് പ്രവർത്തിച്ചു. അവരുടെ ആ പ്രവർത്തനം കൊണ്ട് വേറെ പല മോശമായ കോൺസിക്വൻസസ് ഉണ്ടായി. ആ എടയാർ ഏരിയ ബിക്കേം വൺ ഓഫ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് പാർട്സ് ഓഫ് ദി പെരിയാറിൻ്റെ ആ ഏരിയ വാസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്, ദാറ്റ് ഏലൂർ മേഖലയൊക്കെ. അപ്പം അത് പിന്നെ ദാറ്റ്സ് അനദർ സ്റ്റോറി. പക്ഷേ വ്യവസായം നയം എന്നുള്ള നിലയ്ക്ക് ഇൻഡസ്ട്രി അവിടെ കൊണ്ടുവരാൻ ഈ ചീപ്പ് ഇലക്ട്രിസിറ്റി ആയിരുന്നു ദി മെയിൻ തിങ് വിച്ച് ദേ വർ ഏബിൾ ടു ഓഫർ. ആൻഡ് ഓൾസോ വെൽ ലൊക്കേറ്റഡ് ലാൻഡ്, പോർട്ടിനടുത്ത്, വാട്ടർ ട്രാൻസ്പോർട്ടേഷനൊക്കെ അനുവദിക്കുന്ന ലൊക്കേഷൻസൊക്കെ ചെയ്തു കൊടുത്ത് കൺസെഷണൽ റേറ്റിൽ കൊടുത്ത് അങ്ങനെ പല ഇൻഡസ്ട്രീസും വന്ന് പ്രവർത്തിച്ചു. 10-20 വർഷം വർക്ക് ചെയ്തു. പക്ഷേ ഈ ചീപ്പ് ഇലക്ട്രിസിറ്റി എന്നുള്ള ആ ഒരു ഇത് പിൻവലിച്ചപ്പം ആ ഇൻഡസ്ട്രീസ് എല്ലാം അടച്ചുപൂട്ടി പ്രവർത്തനം നിന്നു അതിൻ്റെ എല്ലാത്തിനും. ബിക്കോസ് ദേ വർ ഏബിൾ ടു ഓപ്പറേറ്റ് ഓൺലി ബിക്കോസ് ഓഫ്, ഓർ ദേ വർ ഇൻട്രസ്റ്റഡ് ഇൻ ഓപ്പറേറ്റിംഗ് ഇൻ കേരള ഓൺലി ബിക്കോസ് ഓഫ് ചീപ്പ് ഇലക്ട്രിസിറ്റി. അത് ഇല്ലാതായപ്പം ദേ ഫൗണ്ട് ഇറ്റ് നോട്ട് വർത്ത് വൈൽ ടു ഓപ്പറേറ്റ് ഇൻ കേരള. അപ്പം കേരള വാസ് ഫേസിങ് ഈ 70s വന്നപ്പോഴത്തേക്ക് കേരള വാസ് ബിഗിനിങ് ടു ഫേസ് എ ബിഗ് പ്രോബ്ലം. ആൻഡ് ഫ്യൂച്ചറിൽ
ദ പ്രോബ്ലം വാസ് ഗോയിങ് ടു ഗെറ്റ് വേഴ്സ് ബിക്കോസ് അന്ന് ഇതിനെപ്പറ്റി പഠിച്ച ഇപ്പോൾ അച്യുത മേനോൻ മന്ത്രിസഭ 70കളിൽ ആ ഫസ്റ്റ് കോalition മന്ത്രിസഭയിൽ അച്യുത മേനോൻ ഒരു ബ്രെയിൻസ് ട്രസ്റ്റ് പോലെ അസംബിൾ ചെയ്തു. ഡോക്ടർ KN രാജ്, ഡോക്ടർ PK ഗോപാലകൃഷ്ണൻ സെക്രട്ടറി പ്ലാനിംഗ് ആയിരുന്ന, പിന്നെ KPP നമ്പ്യാർ, ഡോക്ടർ MS വല്യത്താൻ, ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ വിളിച്ച് അവരുടെ ഐഡിയാസൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കേരളത്തിൻ്റെ ഭാവി വികസനം എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെയാണ് വെല്ലുവിളികൾ, എന്തൊക്കെയാണ് ഇവിടുത്തെ ഉള്ള റിസോഴ്സ് സ്ട്രെങ്ത്സ്, ഒരു SWOT അനാലിസിസ് പോലെ പല ചർച്ചകളിൽ കൂടെ ചെയ്ത്, അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു നയരൂപീകരണം നടന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആ നയരൂപീകരണത്തിൻ്റെ ഒരു അടിസ്ഥാന വിശ്വാസം വേണമെങ്കിൽ പറയാം, ഒരു അസംഷൻ വാസ് ദാറ്റ് കേരളത്തിന് ഈ കാർഷിക മേഖലയുടെ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, അതായത് ആഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഡസ്ട്രി ലൈക്ക് കയറ്, കശുവണ്ടി, അതുപോലത്തെയുള്ള ബിസിനസ്, അതെല്ലാം ലിമിറ്റഡ് ഇൻ സ്കോപ്പാണ്. ബിക്കോസ് ഇവയെല്ലാം ലോ ടെക്നോളജി, ലോ വാല്യൂ ആഡിങ് ബിസിനസ്സസ് ആണ്. അത് ആഗോള പ്രതിഭാസം എന്ന് പറയുന്നത് ലോ വേജസിനെ തേടി പോകുന്ന ബിസിനസ്സുകളാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ വേജസ് കൂടുമ്പം സ്വാഭാവികമായിട്ട് ഇവിടുന്ന് വേറെ കുറച്ചും കൂടെ ലോ വേജ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറും. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. അപ്പോൾ അവർ റിലേറ്റീവ്ലി ഫുഡ് ലൂസ് ഇൻഡസ്ട്രീസാണ്, അവർക്ക് മാറാനും എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വേജസും വളരെ തുച്ഛമായ വെരി സ്മോൾ വേജസുമാണ്. അപ്പോൾ ഒരു വികസിത രാജ്യത്തിന് റൈസിങ് ഇൻകംസ് വേണമല്ലോ. ഫാമിലി ഇൻകംസ് ഷുഡ് ബി റൈസിങ് ആൻഡ് റൈസിങ് ഫാസ്റ്റർ ദാൻ പ്രൈസസ് ഓഫ് കമോഡിറ്റീസ്. അപ്പോഴേ റിയൽ ഇൻകംസ് ഗ്രോ ചെയ്താൽ മാത്രമേ ഒരു വെൽഫെയറും കൂടെ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. വികസനം എന്ന് പറയുന്നത് അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം the brains trust in the conclusion was Kerala will have to go in for modern industry. അപ്പം ഈ അന്ന് IT സെക്ടറൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു. ബിക്കോസ് അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം അവർ നോക്കുമ്പോൾ മാനുഫാക്ചറിങ്ങിൽ വാട്ട് കൈൻഡ് ഓഫ് മാനുഫാക്ചറിങ്. അപ്പോൾ ഈ ഫുഡ്, അപ്പോൾ ഈ അഗ്രി റോ മെറ്റീരിയൽ പ്രോസസ്സിങ് വിത്ത് ലോ ടെക് അത് പറ്റത്തില്ല. അതുകൊണ്ട് വലിയ ഭാവിയില്ല. അപ്പം പിന്നെ വേറെ റോ മെറ്റീരിയൽസ്. കേരളത്തിൻ്റെ ലൊക്കേഷൻ വൺ എൻഡ് ഓഫ് ഒരു ഉപഭൂഖണ്ഡത്തിൻ്റെ വളരെ ഒരു മൂലയിൽ കിടക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം. അപ്പം കോളായാലും അയനോറായാലും മാംഗനീസ് ആയാലും വേറെ വലിയ ബോക്സൈറ്റ്, ഈ റോ മെറ്റീരിയൽസ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരു വലിയൊരു ഫാക്ടറാവും. അപ്പോൾ കേരളം തിരഞ്ഞെടുക്കേണ്ട മേഖല എന്ന് പറയുന്നത് ഷുഡ് ബി എൻ ഏരിയ വേർ മാനുഫാക്ചറിങ് വേണം, ഹൈ വാല്യൂ അഡീഷൻ ഉണ്ടാവണം, പക്ഷേ വലിയ റോ മെറ്റീരിയൽ ഇൻറ്റൻസീവ് ആകാൻ പാടില്ല. ആ റോ മെറ്റീരിയൽസും കോമ്പണൻസും ഒക്കെ ലോകത്ത് എവിടെ നിന്നും നമുക്ക് വരുത്താൻ പറ്റണം. അത് വലിയ ചിലവ് ആ ട്രാൻസ്പോർട്ടേഷൻ വഴി വരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ് ഷുഡ് ബി വെരി ലൈറ്റ് റോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇലക്ട്രോണിക്സ് ആയിരുന്നു ബെസ്റ്റ് സെക്ടർ. അങ്ങനെയാണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് സെക്ടർ ഇവിടെ വികസിപ്പിച്ചെടുക്കണം. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കണം നമ്മുടെ വ്യവസായ നയം. അപ്പോൾ അങ്ങനെയാണ് ഒരു പബ്ലിക് പോളിസി ആയിട്ട് അത് കണക്കാക്കി. അപ്പോൾ അത് ചെയ്യാനായിട്ട് വൺ പാർട്ട് ഓഫ് ഇറ്റ് വാസ് കെൽട്രോൺ സെറ്റപ്പ് ചെയ്യാനും ഒക്കെ അവർ KPP നമ്പ്യാറിനെ അത് ഏൽപ്പിച്ചു. പക്ഷേ അത് കൂടാതെ അവർ ഒരു കാര്യം കൂടെ നന്നായിട്ട് അവർ വളരെ സൂക്ഷിച്ച് പഠിച്ചതുകൊണ്ടും ഇത്രയും വിദഗ്ധന്മാർ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നുകൊണ്ടും അവർ പറഞ്ഞത് ഈ ഇൻഡസ്ട്രിയും ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ആകാൻ പാടില്ല. ഇത് ഇൻവെസ്റ്റ്മെൻറ്റിനെ മാത്രം ആശ്രയിക്കാൻ പാടില്ല. ഇത് വിജയിക്കണമെങ്കിൽ ദിസ് ഓൾസോ നീഡ്സ് എൻ എഡ്യൂക്കേറ്റഡ്, സ്കിൽഡ്, ട്രെയിൻഡ് പോപ്പുലേഷൻ. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സ് ഇല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും കൊണ്ട് കാര്യമില്ല. ബിക്കോസ് ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലാതെ ഈ ഫാക്ടറീസ് നടക്കാൻ പറ്റില്ല. അപ്പം വി നീഡ് ഹൈ ടെക്നോളജി, ഹയർ എഡ്യൂക്കേഷൻ. അപ്പം ഇതിലൊക്കെ സ്ട്രെസ് ചെയ്യണം. അപ്പം റിസർച്ച് ലബോറട്ടറീസ് വേണം. പിന്നെ ആ റിസർച്ച് ലബോറട്ടറീസിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സ്കിൽഡായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ്സും PhDസും അഡ്വാൻസ് ഡിഗ്രീസിലൊക്കെ ഉള്ളവരൊക്കെ അവിടെ ഉണ്ടാവണം. അവരുടെ സാന്നിധ്യം കൊണ്ട് സ്റ്റുഡൻസ് ഇങ്ങനത്തെയുള്ള മേഖലകളിലേക്ക് ആകർഷിച്ച് നമ്മുടെ ആ പൂൾ ഓഫ് ട്രെയിൻഡ് ടെക്നിക്കൽ മാൻ പവർ അങ്ങനെ ഒരു സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ട് ഉണ്ടാവും എന്നുള്ള ഇത്. അങ്ങനെയാണ്
കേരള കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയറൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 8-10 നാഷണൽ ലെവൽ ലബോറട്ടറീസ് ഫോർ സെറ്റപ്പ്. സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് കോഴിക്കോട്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, സെൻട്രൽ ട്യൂബോക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ കോക്കനട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, then ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രം, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ട്രിവാൻഡ്രം, ഇതെല്ലാം അന്ന് സെറ്റപ്പ് ചെയ്തു. അപ്പം നമ്മൾ സഡൻലി ആദ്യമായിട്ട് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാസ്സായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസും റിസർച്ച് ഡിഗ്രീസ് എടുക്കുന്നവർ പ്രീവിയസ്ലി അവർക്ക് കേരളത്തിൽ തൊഴിലവസരങ്ങളില്ലായിരുന്നു. അപ്പോൾ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് എല്ലാം ബാംഗ്ലൂരിലും ബോംബെയിലും ചെന്നൈയിലും ഡൽഹിയിലും കാൺപൂരിലും കാൽക്കട്ടയിലൊക്കെ പോയി അവിടുത്തെ നാഷണൽ ലാബ്സിൽ ജോലി തേടി പോകേണ്ടി വന്നു, അല്ലെങ്കിൽ വെളിയിൽ പോകണം അവർക്ക്. ഇപ്പോൾ ആദ്യമായിട്ട് 70കളിൽ ഈ മിഡ് 70s and 80s അവർക്ക് ഈ ലാബ്സ്, ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടഡ് ലാബ്സ് ഓഫ് നാഷണൽ ലെവൽ വന്നപ്പം അക്രോസ് കേരള ഇങ്ങനെ പല അവസരങ്ങളും ഈ ഒരു റിസർച്ചിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ടെക്നിക്കലി ക്വാളിഫൈഡ് മാൻ പവറിന് വന്നു. അപ്പം കെൽട്രോണിൻ്റെ വികസനം ആൻഡ് ഈ റിസർച്ചിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കൂടെ രണ്ടിൻ്റെയും കൂടെ ഒരു ദാറ്റ് വാസ് നോട്ട് ഇനഫ്. പക്ഷേ ഈ രണ്ടിൻ്റെയും കൂടെ ബലത്തിൽ വാട്ട് ഹാപ്പൻഡ് അത് എൻ്റെ ഒരു ഹൈപ്പോത്തസിസ് അതുകൊണ്ടാണ് 80കൾ കഴിഞ്ഞിട്ട് ഇൻ ദ ലാസ്റ്റ് 30 years ഈ മോഡേൺ മാനുഫാക്ചറിങ് സെക്ടർ കേരളത്തിൽ ഇവോൾവ് ചെയ്യാൻ സാധിച്ചു. ബിക്കോസ് ആന്ത്രപ്രണേഴ്സ് വന്നപ്പം അവർക്ക് ടെക്നിക്കലി ക്വാളിഫൈഡ് മാൻ പവർ ഉണ്ട്, ടെക്നിക്കൽ ലബോറട്ടറീസ് ഇവിടെ തന്നെ ഉണ്ട്, അവരുടെ പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനും പ്രോഡക്ട്സും ഇൻ്റർമീഡിയറ്റ്സും കോമ്പണൻസും ഒക്കെ ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനും എല്ലാം ഇവിടെ തന്നെ ലാബ്സും എക്വിപ്മെൻറ്റും ട്രെയിൻഡ് പീപ്പിൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതൊരു വലിയൊരു ഒരു പ്ലസ് പോയിൻ്റാണ്. അത് എനിക്ക് തോന്നുന്നു ഇതുവരെ റെക്കഗ്നൈസ് ചെയ്യാത്ത ഒരു പ്ലസ് പോയിൻ്റാണിത്. അപ്പം ദിസ് ഇസ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫൈൻ എക്സാമ്പിൾ ഓഫ് ദീർഘവീക്ഷണത്തോടുകൂടി ആവിഷ്കരിക്കുന്ന പബ്ലിക് പോളിസി വിച്ച് ഹെൽപ്സ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അല്ലാതെ സാധാരണ നമ്മൾ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത് ഈസ് ഓൺലി ഫോർ സം ഇൻസെൻറ്റിവ്സ് ലൈക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി, പിന്നെ ഡിസ്കൗണ്ടഡ് പവർ ഒരു ഡിസ്കൗണ്ടിൽ തരിക, അല്ലെങ്കിൽ ലാൻഡ് ഒരു കൺസെഷണൽ റേറ്റ് തരിക. ഇങ്ങനത്തെ ഉള്ള ഇൻഡസ്ട്രിയൽ പോളിസീസിനുള്ള പ്രോബ്ലം ഇസ് അയൽ സംസ്ഥാനങ്ങൾക്ക് അതിന് മാച്ച് ചെയ്യാനോ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അവർക്ക് ഉടനെ. നമ്മളിവിടെ 10% ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി ഓഫർ ചെയ്താൽ തമിഴ്നാട് 15% ഓഫർ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളതിന് റെസ്പോണ്ട് ചെയ്യണം. ഇൻഡസ്ട്രിയലിസ്റ്റ് വന്ന് പറയും അവർ കണ്ടില്ലേ 15% ഓഫർ ചെയ്യുന്നു, അപ്പോൾ ഇവരും 15% ഓഫർ ചെയ്യുമ്പോൾ തമിഴ്നാട് പിന്നെ 20 ആക്കും. അപ്പം ദിസ് ഈസ് വാട്ട് many economists have, including great people like Prabhat Patnaik and all have called the race to the bottom. ഇങ്ങനെ നമ്മൾ മത്സരിച്ച് ഈ കൂടുതൽ ഇൻസെൻറ്റിവ്സ് കൊടുത്താൽ ഫൈനലി ഒരു വ്യവസായം നമ്മുടെ സംസ്ഥാനത്തോ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഉൽപ്പന്നം, അതിൽ നിന്ന് ആ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ, പിന്നെ മാത്രമല്ല ആ സംസ്ഥാനത്തിനുള്ള നേട്ടങ്ങളെന്ന് പറയുന്നത് ആ പഞ്ചായത്തിന് കിട്ടുന്ന പ്രൊഫഷൻ ടാക്സ്, പിന്നെ വേറെ ലോക്കൽ ടാക്സസ്, പ്ലസ് GST CST എന്നൊക്കെ പറയുന്ന ആ ടാക്സേഷൻ എല്ലാം വരണമല്ലോ. അതല്ലേ ഒരു എന്താ പറയുക വരുമാനമായിട്ട് വരുന്നത്. ഇവിടെ 10 കൊല്ലത്തേക്ക് നോ ടാക്സ് എന്ന് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കും, പിന്നെ 10% ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി, പിന്നെ മറിച്ചത്, പിന്നെ ഇപ്പം PLI എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കും. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ ആ റീജിയന് വാട്ട് ഈസ് ദ ബെനിഫിറ്റ്? എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ, ഇത്രയും പേർക്ക് ജോലി കിട്ടി, പക്ഷേ ആ സപ്പോസിങ് ശമ്പളം വളരെ തുച്ഛമായ ശമ്പളമാണ്. ഇപ്പം ഈ വിസ്ട്രോൺ, ഫോക്സ്കോൺ എന്നൊക്കെ പറഞ്ഞ ഫാക്ടറീസിലൊക്കെ സാലറി ഈസ് നോട്ട് മോർ ദാൻ 10,000 rupees. 10,000 പേർക്ക് ജോലി എന്ന് പറയും, പക്ഷേ 4,000-5,000 രൂപയൊക്കെയാണ് ശമ്പളം. വാട്ട് ഇസ് ദ പോയിൻ്റ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ്? ഈ ഗാർമെൻറ്റ് ഫാക്ടറീസിലെ ശമ്പളം പോലെയാണ് ഈ വിസ്ട്രോണിലും ഫോക്സ്കോണിലൊക്കെയുള്ള ജോലി. അപ്പം ഇത്രയും വലിയൊരു ഫാക്ടറി അവിടെ ഈ കൺസെഷൻസ് എല്ലാം കൊടുത്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 10,000 പേർക്ക് നാമമാത്രമായിട്ടുള്ളൊരു ജോലി തുച്ഛമായ ശമ്പളത്തിന് സർക്കാർ ഒരുപാട് കൺസെഷൻസ് അങ്ങോട്ട് കൊടുത്തു, 10 വർഷത്തേക്ക് ടാക്സും ഇല്ല. അപ്പോൾ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ടു ദറ്റ് പ്ലേസ്? ഒരു നല്ല ഫാക്ടറി ഉണ്ടെന്ന് കാണിക്കാമെന്നല്ലാതെ
ഡു യു ഗെറ്റ് മൈ പോയിന്റ്? അപ്പം നമ്മൾ വികസനത്തിന് അപ്പം ഈ മത്സരിച്ചുള്ള ഈ പബ്ലിക് പോളിസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജസ്റ്റ് ഇൻസെൻറ്റീവ്സ്. അത് ഒരുപാട് ആലോചിക്കാതെ കാര്യങ്ങൾ സൂക്ഷിച്ച് പഠിക്കാതെ ഒരു ഡിഫോൾട്ട് പബ്ലിക് പോളിസിയാണ് കുറേ ഇൻസെൻറ്റീവ്സ് ഓഫർ ചെയ്യുക. അത് ഇപ്പം പല എക്സ്പേർട്സും പറയുന്നുണ്ട് അതൊരു വളരെ ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. ആൻഡ് ഇറ്റ് ക്യാൻ നെവർ വിൻ, ഇറ്റ് ക്യാൻ നെവർ റിയലി ബെനിഫിറ്റ് anybody except the industry concerned. And അവരും if they are footloose industries, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബെനിഫിറ്റ് അവസാനിക്കുന്ന അന്ന് അവർ ഫാക്ടറിയും അടച്ചു പൂട്ടും. ഈ 70കളിലും 80കളിലും ഉണ്ടായ ഒരു വികസന പരിപ്രേക്ഷ്യം പറഞ്ഞല്ലോ, ഒരു നയം സർക്കാർ തന്നെ എടുത്തൊരു രൂപീകരിച്ചൊരു നയം, അത് പക്ഷേ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് പിന്നെ അത് കേരളത്തിൻ്റെ ഒരു ഗ്രോത്തിന് സഹായിച്ചിട്ടുണ്ടോ? അല്ല, അപ്പോൾ അവിടെ കേരളത്തിനുള്ള പ്രോബ്ലം സംഭവിച്ചത് ഇത് ഒരു ഓൾ പാർട്ടി കൺസെൻസസ് അതിനെപ്പറ്റിയൊന്നും ഉണ്ടായില്ല. അത് അന്ന് അച്യുതമേനോൻ്റെ ആ ഒരു സർക്കാരിന് അത് അന്ന് CPIയും കോൺഗ്രസ്സും ആയിരുന്നു കോalitionൻ്റെ. അപ്പോൾ അവരുടെ ആ ഒരു ബ്രീഫ് എക്സ്പെരിമെൻറ്റ് ആ ടൈമിലാണ് ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില നയങ്ങൾ ആദ്യത്തെ 50കളിലെ പുതിയ ലാൻഡ് റിഫോം ഇതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നയങ്ങൾ പൊതുനയങ്ങൾ വന്നത് വാസ് അണ്ടർ അച്യുതമേനോൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന LDF ഗവൺമെൻറ് കേം. നൗ ദേ വിൽ ചേഞ്ച് ഓൾ ദ പോളിസീസ് ഓഫ് ദി അച്യുതമേനോൻ ഗവൺമെൻറ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് ഡൺ ബൈ എ കോൺഗ്രസ് കോalition ഉള്ള ഒരു ഗവൺമെൻറ് ആയതുകൊണ്ട്. ബിക്കോസ് അവിടെയാണ് ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടറിനുള്ള പ്രോബ്ലം വന്നത്. വാസ് ദറ്റ് നയങ്ങളെല്ലാം മാക്സിമം ലൈഫ് സ്പാൻ വാസ് 5 years. ബിക്കോസ് അതെല്ലാം പിന്നെ മോസ്റ്റ്ലി ദേ വിൽ ബി. അപ്പം കെൽട്രോൺ ഉടനെ അടച്ചുപൂട്ടാനായിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും എടുത്തില്ലെങ്കിലും ആ കെൽട്രോണിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇടതുപക്ഷം കെൽട്രോൺ ഏറ്റെടുത്തു ആൻഡ് സപ്പോർട്ട് ചെയ്തു. പക്ഷേ അതൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഒതുങ്ങി മാറി. ഇറ്റ് ഡിഡ് നോട്ട് ബിക്കം, അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവസായവൽക്കരണം, ഈ സംസ്ഥാനത്തിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറണമെന്നായിരുന്നു കെൽട്രോൺ. അതായിരുന്നു ദ ഹോൾ ഐഡിയ ഫോർ കെൽട്രോൺ. നോട്ട് ജസ്റ്റ് TVs ഉണ്ടാക്കാനും പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടല്ലായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു അത്. ആ പ്ലാറ്റ്ഫോമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ വേറെ പല ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി, പ്രൈവറ്റ് സെക്ടർ, സഹകരണ മേഖല, പൊതുമേഖല, ഇതെല്ലാം ഒന്ന് പന്തലിച്ച് വളരാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറണമെന്നായിരുന്നു. അതെല്ലാം അത് കഴിഞ്ഞിട്ട് പീപ്പിൾ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ്, ഓർ ദേ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ഓർ ദേ ഡിഡ്ന്റ് സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ ആ നയം ഒരു നയം ആയിട്ട് ആരും കണ്ടില്ല. ആൻഡ് ഇറ്റ് വാസ്, അതിൻ്റെ പ്രസക്തി മനസ്സിലായില്ല. ആൻഡ് അങ്ങനെ ഇറ്റ് സോർട്ട് ഓഫ് ഡൈഡ് ഔട്ട്. ആൻഡ് അതിനുശേഷം വ്യവസായ നയം അന്ന് 80കൾ തൊട്ട് നമ്മൾ ഇന്ന് വരെ നോക്കിയാൽ, ഇപ്പോൾ ടിൽ റീസെൻ്റ്ലി നോക്കി, ഇപ്പോൾ ഞാൻ കാണുന്നത് ഈ പ്രീവിയസ് LDF ഗവൺമെൻറ്റിൽ ഈ കിഫ്ബി ഫോം ചെയ്ത് അന്ന് അതിൻ്റെ പിന്നിലുള്ള റീസണിങ് ആൻഡ് റാഷണാലയൊക്കെ നോക്കിയാൽ അവിടെയും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒരു പബ്ലിക് പോളിസി പെർസ്പെക്റ്റീവ് ഞാൻ അവിടെ കാണുന്നുണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ്ട്രിയും സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. റോഡുകൾ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ പബ്ലിക് ഹെൽത്ത്, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ ഉള്ള മേഖലകളിൽ ഇപ്പോൾ അപ്ഗ്രേഡിങ് ദി പബ്ലിക് സ്കൂൾ സിസ്റ്റം ഓഫ് ദ സ്റ്റേറ്റ്, ഗവൺമെൻറ് സ്കൂൾ സിസ്റ്റം ഓഫ് ദ സ്റ്റേറ്റ് അപ്ഗ്രേഡ് ചെയ്യാനും, പിന്നെ ഹയർ എഡ്യൂക്കേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോളേജുകൾ, വെദർ എയ്ഡഡ് ഓർ അൺഎയ്ഡഡ് കോളേജസ് ഓർ പ്രൈവറ്റ് കോളേജസ് ഓർ ഗവൺമെൻറ് കോളേജസിന് സപ്പോർട്ട് ചെയ്യാൻ ടു ഗെറ്റ് ടു നെക്സ്റ്റ് ലെവൽ ഓഫ് എക്സലൻസ് ഒക്കെ. അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു, ദറ്റ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ കേരളത്തിന് ആ ഹ്യൂമൻ റിസോഴ്സ് ലഭ്യത, ഹ്യൂമൻ റിസോഴ്സ് ഫോർ ഒരു നോളജ് സൊസൈറ്റി ആയിട്ട് മാറാനായിട്ടുള്ള ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ ലഭ്യത
ഉറപ്പാക്കാനായിട്ട് ഇങ്ങനെ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് കിഫ്ബി വഴി അപ്പോൾ അതിനൊക്കെ ഇത്രയും ഫൈനാൻസ് വേണം. ആ ഫൈനാൻസ് എങ്ങനെ കൊണ്ടുവരും? അന്ന് തോമസ് ഐസക്കും KM എബ്രഹാമും ഒക്കെ ചേർന്ന് വളരെ ഇൻജീനിയസ് ആയിട്ട്, എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫണ്ടിങ് മെക്കാനിസമാണ് അവർ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ബഡ്ജറ്റ് ഒരു ഫണ്ടിങ് മെക്കാനിസം കണ്ടെത്താനായിട്ടുള്ള. അപ്പോൾ ആ ബഡ്ജറ്റിൻ്റെ ലിമിറ്റേഷൻസിൻ്റെ അകത്ത് നിന്ന് മാത്രം വിഷമിക്കുന്നതിന് പകരം അതിൽ നിന്ന് ഫ്രീ ആകാനായിട്ടുള്ള ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വാസ് ഫൗണ്ട്. അപ്പോൾ അവിടെ ഞാൻ കാണുന്നത് ഈ അച്യുതമേനോൻ്റെ ആ എഫേർട്ട് കഴിഞ്ഞിട്ട് the next public policy initiative which is aimed at developing the state into a modern knowledge based economy ഇക്കുള്ള ഒരു നയങ്ങളാണ് ഇപ്പം കാണുന്നത്. അത് വളരെ റിവ്യൂ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൺ വെരി വെൽ. ഇത് ഇൻഫാക്ട് ആ ഫസ്റ്റ് അച്യുതമേനോൻ്റെ നയപ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ 2-3 കോൺക്രീറ്റ് സ്റ്റെപ്സ് എടുത്തെങ്കിലും അത് ഒരു 10 വർഷം കൂടെ അതിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫുൾ റിസൾട്ട്സ് വന്നേനെ. പക്ഷേ ആ 10 വർഷത്തെ സപ്പോർട്ട് കിട്ടിയില്ല. ഇപ്പോഴാണെങ്കിൽ ഈ ആദ്യത്തെ LDF ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നൗ സെക്കൻഡ് ടൈം അവർ ഇപ്പം ഈ മറ്റേ ആൻറ്റി ഇൻകംബൻസി കർസ് അവർ അതിജീവിച്ച് സെക്കൻഡ് ടൈം അവർ വന്നല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ദിസ് ഈസ് വെരി ഗുഡ് ഫോർ കേരള, നോട്ട് ഫ്രം എ പൊളിറ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ബട്ട് ഫ്രം എൻ ഇക്കണോമിക് പോളിസി പോയിൻ്റ് ഓഫ് വ്യൂ. ഒരു പോളിസി സ്റ്റെബിലിറ്റി 10 വർഷത്തേക്ക് ആദ്യമായിട്ട് കിട്ടുകയാണ്. അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് ഉടനെ എല്ലാം മാറും. അപ്പോൾ ഇപ്പം 10 വർഷത്തേക്ക് ഈ പോളിസി ഒരു സ്റ്റേബിൾ പോളിസി റെഷീം കിട്ടിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കേരള is actually passing through, in my opinion, a very major transformation. അത് പലതും വളരെ ഡ്രമാറ്റിക്കായിട്ട് വലിയ ഫാക്ടറീസോ വലിയ പ്രോജക്ട്സ് ആയിട്ടൊന്നും കാണത്തില്ല. ബിക്കോസ് മെനി ഓഫ് ദീസ് ആർ ഇൻവിസിബിൾ തിങ്സ്. പക്ഷേ അതിൻ്റെ ഗുണം ഡെഫിനറ്റ്ലി വി വിൽ സീ വെരി സൂൺ. ആൻഡ് അത് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റത്തിൻ്റെ റിസൾട്ട്സ് നോക്കിയാലും സ്റ്റാർട്ടപ്സിൻ്റെ പ്രൊഫൈൽ നോക്കിയാലും വരുന്ന ഞാൻ പഠിച്ച ഈ 50 കമ്പനീസിൻ്റെ പ്രൊഫൈലൊക്കെ നോക്കിയാൽ തന്നെ ആ രീതിയിലുള്ള പുതിയ കമ്പനീസ്, ഒരുപാട് കമ്പനീസ് മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പം കേരളത്തിൽ. സോ ഐ ആം വെരി ഹോപ്പ്ഫുൾ ദറ്റ് കേരളത്തിൻ്റെ ഈ പബ്ലിക് പോളിസി ഇനീഷ്യേറ്റീവ്സിൻ്റെ ഫലങ്ങൾ വി വിൽ സ്റ്റാർട്ട് സീയിങ് വെരി സൂൺ. കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നോക്കുകയാണെങ്കിൽ ഇപ്പം അഗ്രികൾച്ചർ നമ്മുടെ ഒരു സാമ്പത്തിക ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമല്ല. ടെക്നോളജി ആണെങ്കിൽ ടെക്നോളജിയിലേക്ക് നമ്മൾ കുറച്ചും കൂടി ആൾക്കാർ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്, അതിനുള്ള തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു വികസനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ച എന്നുള്ള പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ടെക്നോളജി എത്രമാത്രം നമുക്കിനി കൂടുതൽ സഹായകമാവും? ഈ ടെക്നോളജി ശാസ്ത്ര സാങ്കേതിക വിദ്യയും തൊഴിലും തമ്മിലുള്ള ഒരു വളരെ സങ്കീർണമായ ആ ബന്ധം വളരെ സങ്കീർണമായ ഒന്നാണ്. അത് പല കോൺട്രവേഴ്സീസും ഉണ്ട് അതിനെപ്പറ്റി. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങുന്ന അന്ന് തൊട്ട് ഈ ഇന്നോവേഷൻ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് അത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു ഇൻപുട്ടായിട്ട് കണ്ട് അത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെല്ലാം സ്വീകരിക്കേണ്ട ഇതാണ്. പക്ഷേ നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജോലികൾ ഈ നമ്പർ ഓഫ് പീപ്പിൾ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്പർ ഓഫ് പീപ്പിളിൻ്റെ എണ്ണം ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഈ ടെക്നോളജി ഇന്നൊവേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഏത് ഫ്രെയിം വർക്കിലാണ് ഇത് ചർച്ച ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മൾ കാണുന്ന റിസൾട്ട്സും കൺക്ലൂഷൻസും. ഉദാഹരണമായിട്ട് ഒരു സഹകരണ പ്രസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു. അപ്പം
ഒരു ലാർജ് ഒരു ഫാം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷന് 100 വർക്കേഴ്സിന് ആവശ്യമുണ്ട്. 100 വർക്കേഴ്സ് എല്ലാ ക്രോപ്പ് സീസൺ 3 ക്രോപ്പ് സീസണുണ്ട്. എല്ലാ ക്രോപ്പ് സീസണിനും 100 വർക്കേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക്. ഇപ്പോൾ ഒരു ടെക്നോളജി ഇന്നോവേഷൻ കൊണ്ട് അവർ പറയുന്നു ഇപ്പോൾ ഒരു ട്രാക്ടറെ കൊണ്ട് ചെയ്യാം. അപ്പോൾ ഒരു ട്രാക്ടർ ഡ്രൈവർ ക്യാൻ റീപ്ലേസ് 100 വർക്കേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ സഹകരണ പ്രസ്ഥാനമല്ല, ഞാൻ പറഞ്ഞ ഒരു പ്രൈവറ്റ് ഫാം ആണെങ്കിൽ, ഒരു പ്രൈവറ്റ് ഫാം നമ്മുടെ സ്റ്റാൻഡേർഡ് ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള സിസ്റ്റം, എപ്പോഴും സർപ്ലസിനെ അന്വേഷിച്ച് പോകുന്ന സിസ്റ്റം. അപ്പോൾ ആ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒരു സിസ്റ്റം. അപ്പം അതിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ഉടനെ ആ ഫാം ഉടമ 100 വർക്കേഴ്സിനെ പറഞ്ഞയച്ച് ട്രാക്ടർ വാങ്ങിക്കും. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു റാഷണൽ മൂവാണ്. ബിക്കോസ് അയാൾ ചെയ്തിരിക്കുന്നത് ഇപ്പം 100 വർക്കേഴ്സിൻ്റെ വേജസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ട്രാക്ടറിന് ഡീസൽ ഒഴിച്ചാൽ മതി, ഒരു ഡ്രൈവറുടെ ശമ്പളം കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ആ റവന്യൂ എക്സ്പെൻഡിച്ചർ വിച്ച് വാസ് 100 വർക്കേഴ്സിൻ്റെ ശമ്പളം ഹാസ് കം ഡൗൺ ടു ഒരാളുടെ ശമ്പളം ആൻഡ് കുറച്ച് ഡീസൽ ആൻഡ് ആ ട്രാക്ടറിൻ്റെ ഡിപ്രീസിയേഷൻ. അത് ചെറിയൊരു എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ മാത്രം. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ വലിയ ഗെയിൻ ഇൻ പ്രോഫിറ്റ്, ഇൻ സർപ്ലസ്, ആൻഡ് അയാൾക്കൊരു റാഷണൽ ഡിസിഷനാണ്. വാട്ട് അബൌട്ട് ദ 100 വർക്കേഴ്സ്? നോ, ഇറ്റ്സ് നോബഡി റെസ്പോൺസിബിൾ ഫോർ ദ. അപ്പം നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ nobody is responsible for the 100 workers. That's our problem. They have to go and find a solution. Now, supposing you imagine that this activity is happening inside a state, inside a administrative unit like Cuba, which says, "Ee 100 workers, what is going to happen?" The farm owner has to say. Farm owner cannot say that now it is no longer my problem. The government will ask, then whose problem are these 100 workers? When you needed them, you employed them. Now you don't need them. Now what do? അപ്പോൾ അവർ പറയാം, no, അങ്ങനെ you can't do that. Otherwise we will not allow you to. So you continue doing the work with 100 workers. You have to find some, until we, അല്ല ഫാർമർ മാത്രമല്ല, സർക്കാരോ ഫാർമറോ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ 100 വർക്കേഴ്സിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തുന്നത് വരെ വി നോട്ട് ഗോയിങ് ടു അലൗ ദിസ് ടു ഹാപ്പൺ. ബിക്കോസ് ഇവരെ അല്ലെങ്കിൽ somebody will have to just maintain them. They are not going to get a job just like that. അല്ലേ? പക്ഷേ നൗ ദ സെയിം തിങ് ഇഫ് യു ഇമാജിൻ ദറ്റ് ഈ ഒരു പ്രൈവറ്റ് ഫാമറിന് പകരം ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഒരു കോപ്പറേറ്റീവ് തിങ്, ദേ മേ നോട്ട് ടേക്ക് ദറ്റ് ഡിസിഷൻ. അവർ നോക്കുന്നത് അത്രയും അഗ്രികൾച്ചർ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഈ 100 ഏക്കറോ വോട്ടെവർ ഇറ്റ് ഇസ് കൃഷി ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് വന്നിരിക്കുന്നു. ഈ ഓൾട്ടർനേറ്റീവ് മെത്തേഡിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഓൺലി വൺ ബെനിഫിറ്റ്, ദാറ്റ് ഇറ്റ് വിൽ ബി ഡൺ ക്വിക്കർ ആൻഡ് ചീപ്പർ. ബിക്കോസ് ഈ 100 വർക്കേഴ്സിൻ്റെ ആവശ്യമില്ല. സോ ഒരു സഹകരണ പ്രസ്ഥാനമാണ് ആ ഫാം നടത്തുന്നെങ്കിൽ അവരിരുന്ന് ആലോചിക്കും, ശരി ഇതൊരു ഔട്ട്കമാണ്, പക്ഷേ ഈ 100 വർക്കേഴ്സ് അവർ നമ്മുടെ മെമ്പേഴ്സ് അല്ലേ, അവരെ പിന്നെ നമ്മളെങ്ങനെ എൻഗേജ് ചെയ്യും? അവർക്ക് ഇങ്ങനെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? വെൻ ട്രാക്ടർ ഇസ് നൗ ഡൂയിങ് ദ വർക്ക് ആൻഡ് ദേ ആർ ജസ്റ്റ് സിറ്റിംഗ് അറ്റ് ഹോം, അത് പറ്റത്തില്ല. സോ വി വിൽ ഡിലേ ദ യൂസ് ഓഫ് ദി ട്രാക്ടർ. സോ ഞാൻ പറയുന്നത് അത് അവർക്കൊരു റാഷണൽ ഡിസിഷനാണ്. ഇറ്റ് ഈസ് നോട്ട് എൻ ഇറേഷണൽ ഡിസിഷൻ അറ്റ് ഓൾ. ഒരു ട്രാക്ടർ വന്നതുകൊണ്ട് അത് അപ്പം തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്, യു ആർ തിങ്കിങ് ലൈക്ക് എ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സംബഡി ഹൂ ഈസ് ഓൺലി ആൻസറബിൾ ടു ഹിസ് ഓർ ഹെർ ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് നോട്ട് വറിയിങ് അബൌട്ട്. ഇതെല്ലാം എക്സ്റ്റേണാലിറ്റീസാണ്. ഈ 100 വർക്കേഴ്സിൻ്റെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലം അല്ല. അത് സംബഡി എൽസ് ഹാസ് ടു മാനേജ് ദം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ വിളിക്കും, ആവശ്യമില്ലെങ്കിൽ ദേ ടോൾഡ് ടു ഗെറ്റ് ലോസ്റ്റ്. സോ ഈ ടെക്നോളജി ആൻഡ് എംപ്ലോയ്മെൻറ്റിനെ പറ്റിയുള്ള ചർച്ച, അപ്പം ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് ഈ മിൽസിൽ
ഈ ആദ്യം വെരി പ്രിമിറ്റീവ് സ്പിന്നിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു. അപ്പം കാർട്ട്റൈറ്റ് കേം അലോങ് ആൻഡ് ഇൻവെൻറ്റഡ് ദ സ്പിന്നിങ് ജെന്നി. സ്പിന്നിങ് ജെന്നി എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് വന്നപ്പോഴത്തേക്ക് ഈ ഇൻഡിവിജ്വൽ വിമനെ ഇരുത്തിക്കൊണ്ട് ഈ വർക്കേഴ്സിനെ ഇരുത്തിക്കൊണ്ട് ഈ സ്പിന്നിങ് ഓരോ സ്പിൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന പ്രക്രിയയുടെ ആവശ്യമില്ലായിരുന്നു ഈ ത്രെഡ് ഉണ്ടാക്കാൻ. ത്രെഡ് ഫീഡ് ചെയ്താലാണല്ലോ വീവിങ് മെഷീൻസിന് ലൂംസിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം ഈ കാർട്ട്റൈറ്റിൻ്റെ സ്പിന്നിങ് ജെന്നി വന്നപ്പം ഇതൊന്നും ആവശ്യമില്ല. ദിസ് എ വെരി പ്രൊഡക്റ്റീവ് മെക്കനൈസ്ഡ് വേ ഓഫ് തിങ്. ആൻഡ് ഈ സ്പിന്നിങ് ജെന്നിയുടെ മോട്ടീവ് പവർ കെയിം ഫ്രം വാട്ടർ പവർ. ഇനിഷ്യലി ഫ്രം വാട്ടർ പവർ, ഫ്രം ആ റിവേഴ്സിൻ്റെ അടുത്തായിരുന്നു ഈ ഫാക്ടറീസ് എല്ലാം. അപ്പോൾ ആ വലിയ ഫ്ലൈ വീലിനെ മൂവ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റീം എൻജിൻ ഡിസ്കവർ ചെയ്തപ്പം മോട്ടീവ് പവറും വന്നു. ദെയർ വാസ് നോ പ്രോബ്ലം. സോ ഈ ഹൺഡ്രഡ്സ് ഓഫ് വർക്കേഴ്സ് വർ ത്രോൺ ഔട്ട് ഓഫ് വർക്ക്. അവരെ ഓർഗനൈസ് ചെയ്ത് അവരുടെ ലീഡ് അവർ ഒരു ഗാങ്സായിട്ട് വന്ന് ദേ വെൻറ്റ് അറൗണ്ട് ഡിസ്ട്രോയിങ് ദീസ് സ്പിന്നിങ് ജെന്നീസ്. അവർ ഫാക്ടറിക്കകത്ത് കഥവും ജനലെല്ലാം പൊളിച്ച് അകത്ത് കയറി ഹാമർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ, അപ്പോൾ അവരെ വിളിച്ചത് ലഡ്ഡൈറ്റ്സ് എന്നാണ് വിളിച്ചത്. അങ്ങനെയാണ് ഈ ടേം. ഡോണ്ട് ബി എ ലഡ്ഡൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ലീഡറിൻ്റെ പേരെന്തോ ലഡ് എന്ന് എന്തോ ആയിരുന്നു, LUDD എന്തോ ഒരാൾ. അപ്പം ആ ലഡിൻ്റെ ഐഡിയാസിനെ അനുകരിക്കുന്നവർ, അതിനെ സ്വീകരിച്ചവരൊക്കെ, അത് ഫോളോ ചെയ്തവരെയൊക്കെ ലഡ്ഡൈറ്റ്സ് എന്നാക്കി. അപ്പം ലഡ്ഡൈറ്റിൻ്റെ അപ്രോച്ചസ് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇന്നോവേഷൻ വന്നാൽ അത് ഇങ്ങനെ ഹാനികരമായിട്ടുള്ള കോൺസിക്വൻസസ് അത് കാരണം ഉണ്ടാവുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ ഒപ്പോസ് ചെയ്യുക, അതിനെ എങ്ങനെയെങ്കിലും തടയാനായിട്ട് ശ്രമിക്കുക, അതിനെ അവിടെ തന്നെ അവസാനിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ ദാറ്റ് ഈസ് വൺ റെസ്പോൺസ്. അപ്പോൾ ദാറ്റ്സ് എ വെരി എക്സ്ട്രീം റെസ്പോൺസ് ഓൾസോ. അപ്പം ഈ ട്രാക്ടേഴ്സിൻ്റെ ഉപയോഗം അഗ്രികൾച്ചറിലും പിന്നെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഉപയോഗം കമ്പനീസിലും ഒക്കെ അതിനെ എതിർത്തവർ, അതിനെപ്പറ്റി സംശയം ഉന്നയിച്ചവരെയൊക്കെ ലഡ്ഡൈറ്റ്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷേ ട്രാക്ടർ ഇപ്പം 1-2 പേര് പോയി ട്രാക്ടേഴ്സ് എവിടെയെങ്കിലും പോയി ഡാമേജ് ഒക്കെ ചെയ്ത് കാണുമായിരിക്കും. പക്ഷേ ബേസിക് ഐഡിയാസ് ഈ ട്രാക്ടർ ഉപയോഗിക്കുന്നത് ആഫ്റ്റർ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ദി വർക്കേഴ്സ്. ഈ വർക്കേഴ്സിന് വേറെ എന്താണ് ഉപജീവന മാർഗം, അത് കണ്ടെത്തി കഴിഞ്ഞിട്ട് മതി ഈ ട്രാക്ടർ ഉപയോഗിക്കുന്നതിനെ പറ്റി. അല്ലാതെ ട്രാക്ടർ ഇന്ന് തന്നെ ഉപയോഗിച്ചേ പറ്റൂ. ബിക്കോസ് വൈ ഇറ്റ് ഈസ് അവൈലബിൾ. that doesn't seem to me to be a great reason to use the tractor just because it is available and because now it is at least proving beneficial to one person, ഒരു ഘടകം. ബട്ട് വാട്ട് അബൌട്ട് അത്രയും പ്രധാനപ്പെട്ട വേറൊരു ഘടകമുണ്ട്, വിച്ച് ഇസ് ദ വർക്കേഴ്സ്. ഇൻ ദറ്റ് അവരെ വളരെ ബാഡ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ അതിനും കൂടെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് പോരെ ഇങ്ങനെ തീരുമാനം എടുക്കുന്നത്. അപ്പം അവിടെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസിനെ ലേക്ക് നമ്മൾ ഒരു സ്പോട്ട്ലൈറ്റ് അടിച്ച് നോക്കേണ്ടിയിരിക്കുന്നതിൻ്റെ ആവശ്യം വരുന്നത്. നമ്മൾ വിചാരിക്കും എനി റാഷണൽ പേഴ്സൺ വിൽ സേ ഉടനെ ട്രാക്ടർ ഉപയോഗിക്കണം. ഞാൻ പറയുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദാറ്റ് ഓർഗനൈസേഷൻ ഇസ് റൺ. ഇഫ് ഇറ്റ് ഇസ് റൺ ബൈ എ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ഹൂ ഇസ് ഓൺലി സീക്കിംഗ് ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്, the decision is automatic. പക്ഷേ supposing it is run by a cooperative organization where these 100 workers are members of their cooperative, will they take the same decision? Is it rational? It is not rational. It is a foolish decision to take that decision. അപ്പം so they will have to think. അപ്പം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ നിന്ന് വന്നാൽ കയർ ഇൻഡസ്ട്രി, കയർ മേഖല there is one view that കയർ മേഖലയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം is that they did not mechanize എന്നാണ്. അതാണ് മെക്കനൈസ് ചെയ്തിരുന്നെങ്കിൽ എല്ലാ പ്രോബ്ലംസും പരിഹരിക്കപ്പെട്ടതിനെ അന്ന്. I don't see that is the answer to the problem at all. I don't know on what evidence we are saying that. On what basis are we saying that? നമ്മുടെ അന്നത്തെ പരമ്പരാഗതമായ പ്രൊഡക്ഷൻ രീതികൾ തന്നെ ഇതേ പ്രോബ്ലമാണ്. ലൈക്ക് ട്രാക്ടർ ആൻഡ് ദിസ് തിങ്. ഇത്രയും ഇപ്പം ഈ കുടിൽ വ്യവസായങ്ങളിൽ ഈ കയർ ത്രെഡ്, കയർ യാൺ,
ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ വഴിയാധാരമായതിനെ ഇഫ് ദി മെക്കനൈസ്ഡ് മെത്തേഡ് ഓഫ് സ്പിന്നിങ് ഓഫ് കോയർ yarn was adopted. Because then what will happen to all these people? അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സർക്കാരും ഒരു സൊസൈറ്റൽ ഓർഗനൈസേഷൻ, ഒരു സാമൂഹിക സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ദേ വാണ്ടഡ് ടു ഫൈൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദീസ് പീപ്പിൾ. അതും കൂടെ അറിഞ്ഞിട്ട് മതി. അല്ലാതെ ഒരു എക്സ് കോയർ സ്പിന്നിങ് അല്ല എക്സ് കോയർ എക്സ്പോർട്ടർ എന്ന് പറയുന്ന ആ ഒരാൾക്ക് ഇറ്റ് ഈസ് വെരി ഓബ്വിയസ് ടു ഹിം വാട്ട് ഹീ ഷുഡ് ഡു. ബിക്കോസ് അയാൾ നോക്കുന്ന എന്താണ്, 1000 വർക്കേഴ്സിനെ ഇരുത്തിക്കൊണ്ട് ഒരു ഫാക്ടറിയിൽ ഇരുത്തിക്കൊണ്ട് ഈ മാനുവൽ സ്പിന്നിങ് പ്രോസസ്സ് വെച്ച് ചെയ്യുന്നതിന് പകരം ഒരു സ്പിന്നിങ് ലൈൻ വെച്ചാൽ മതി. 2 സൂപ്പർവൈസേഴ്സും ഒരു മെയിൻ്റനൻസും ഒരാളും കൂടെ മതി. ഈ 1000 വർക്കേഴ്സിനെ പറഞ്ഞയക്കാം. അപ്പോൾ ആ ശല്യം ഇല്ല. അപ്പോൾ അയാൾ നോക്കുന്നത് ഫ്രം ഹിസ് സെയിം കൈൻഡ് ഓഫ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഐ തിങ്ക് those kind of decisions നമ്മൾ പണ്ടെടുത്തതും, and many people saying those were foolish decisions which were taken. It was not a decision which was taken. അന്നത്തെ കാര്യം was people were asking these questions, and I am saying somehow I think it reflects നമ്മുടെ സമൂഹത്തിൻ്റെ മെച്യൂരിറ്റി ആൻഡ് സാമൂഹിക ബോധത്തെ പറ്റി പരാമർശിക്കുന്ന കാര്യങ്ങളാണ്. ദാറ്റ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു അന്ന്. അല്ലാതെ വ്യവസായങ്ങളെല്ലാം മെക്കനൈസ് ചെയ്യട്ടെ, അപ്പം വാട്ട് വിൽ ദീസ് പീപ്പിൾ ഡു, അതിനെപ്പറ്റി ആരും ആലോചിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ഒരു സൊസൈറ്റി ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമൊക്കെ are decisions which have to be taken within a particular social context, and there is no automatic that is the answers are not obvious. It all depends on what we are trying to optimize. പക്ഷേ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഇല്ല സാർ. കാരണം ഒരു സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പം AI ഒക്കെ വരുന്ന സമയത്ത് ടെക്നോളജിയിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ വേഗം കൂട്ടണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും തൊഴിലിടങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് ടെക്നോളജീനെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ലേ? ഇപ്പം പ്രത്യേകിച്ചും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സംഗതികളിലൊക്കെ വരുമ്പം ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ അതൊക്കെ വരുന്ന സമയത്തെ ഈ ഇങ്ങനെയുള്ളൊരു സോഷ്യൽ ഡിസിഷൻ മാത്രമായിട്ട് നിൽക്കാൻ പറ്റും? അല്ല, അപ്പം അതിൽ എനിക്ക് പറയാനുള്ളത് ഒരു ട്രാക്ടർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, ഒരു മെക്കനൈസേഷൻ, ഒരു മെക്കനൈസ്ഡ് ലൂം വേഴ്സസ് ഒരു സെമി ഓട്ടോമാറ്റിക് ലൂം അല്ലെങ്കിൽ ഒരു മാനുവൽ പ്രോസസ്സ്, അതും ഈ AI ആൻഡ് അങ്ങനത്തെ ടെക്നോളജീസും തമ്മിൽ ഐ ഡോണ്ട് തിങ്ക് ദി കമ്പാരിസൺ ഇസ് കറക്റ്റ്. യൂസ് ഓഫ് AI is like using, it's a completely different way of operating. AI is not just it's not a labor saving device. AI enables you to do things which previously you could not do. You are not doing things faster, you are doing things which you could not do previously because of AI. You can process information, masses of information in a way which previously was impossible. നേരത്തെ അസാധ്യമായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരിരുന്ന് ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടേഴ്സിൻ്റെ മുമ്പിലിരുന്ന് അവരെല്ലാവരും 24 മണിക്കൂർ ജോലി ചെയ്താലും, ഒരു വർഷം അവർ ജോലി ചെയ്താലും, ഒരു AI പ്രോഗ്രാമിന് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യം ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഇത്രയും പേരുടെ ഇപ്പം ആ ആൾക്കാരെല്ലാം ഈ ജോലിയിലല്ല ഏർപ്പെട്ടിരിക്കുന്നത്. അതാണ് the main thing is that comparison is not valid. AI is opening the door to a world which did not exist, which is not being done. So AI is not making something faster or simpler. AI is making things possible which were not possible earlier. Often there is everybody will welcome AI. China, Cuba, India, Kerala, everybody should welcome it because we all want to be part. Allengi we will miss the bus. So idil labor saving is not the important thing of AI at all. എൻ്റെ അഭിപ്രായത്തിൽ what is happening is AI makes possible things which നേരത്തെ നമുക്ക് ചെയ്യാൻ
പറ്റില്ലായിരുന്നു. അപ്പം യു ഗെറ്റ് മൈ പോയിൻറ്റ്. സോ ദാറ്റ് അതുകൊണ്ട് അവിടെ നമ്മളൊരു തീരുമാനം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഷുഡ് വി അഡോപ്റ്റ് AI ഓർ നോട്ട്, നമ്മളിങ്ങനെ അത് ജോലി അതുകൊണ്ട് നഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞ് സംശയിച്ച് നമ്മൾ നിൽക്കാൻ പാടില്ലെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ബിക്കോസ് ഞാൻ നോക്കുന്ന AIയുടെ ഇമ്പാക്റ്റ് ഇസ് നോട്ട് ഓൺ ജോബ്സ്. AIയുടെ ഇമ്പാക്ട്, ഇറ്റ് വിൽ ഹാവ് സം ഇമ്പാക്റ്റ് ഓൺ ജോബ്സ്, ബട്ട് AIയുടെ ഇമ്പാക്റ്റ് ഇസ് ഗോയിങ് ടു ബി ദാറ്റ് ഇറ്റ് ഓപ്പൺസ് അപ്പ് ന്യൂ വേൾഡ്സ്, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, അതെല്ലാം നമ്മുടെ ചെറുപ്പക്കാരികളൊന്നും ദേ ഷുഡ് നോട്ട് മിസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അവർക്കും അത് പഠിക്കാനും അതിൽ എക്സ്പെർട്ടൈസ് ഗെയിൻ ചെയ്യാനുമായിട്ടുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ബിക്കോസ് അതൊരു വല്ലാത്ത പവർഫുൾ ടൂളാണ്. അതുകൊണ്ടല്ലേ ചൈന അതൊരു നാഷണൽ ഗോളായിട്ട് എടുത്തിരിക്കുന്നത്. ഈ യന്ത്രവൽക്കരണത്തിന് നമ്മളങ്ങനെ ഇപ്പം സാർ പറഞ്ഞൊരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ യന്ത്രവൽക്കരണം കൊണ്ട് അങ്ങനെ ഒരു വലിയ തൊഴിൽ നഷ്ടം ഉണ്ടായതായിട്ട് നമുക്ക് അങ്ങനെ ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? കാരണം പുതിയ തൊഴിൽ മേഖലകൾ തുറക്കപ്പെടുകയും അങ്ങനെയുള്ള പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതെ. അപ്പം തൊഴിൽ നഷ്ടം യന്ത്രവൽക്കരണം കൊണ്ട് മാത്രമല്ല, ഈ പല പരിഷ്കാരങ്ങൾ, ബിസിനസ് പരിഷ്കാരങ്ങൾ കൊണ്ട് തൊഴിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും വലിയ പുഷ് വന്നത് 70s 80s കഴിഞ്ഞിട്ട് അമേരിക്കൻ ബിസിനസ് കൊണ്ടാണ്. അമേരിക്കൻ ബിസിനസ്സസ് അവരുടെ ചിലവ് കുറയ്ക്കാനായിട്ട്, അവരുടെ ഷെയർ ഹോൾഡർ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട്, അവരുടെ വർക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നോക്കാതെ ചൈനീസ് വർക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ദേ വർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഐദർ അമേരിക്കൻ. അവർ നോക്കുന്നത് അവിടെ ചെയ്യുന്ന ഒരു ജോലി പകുതി ചിലവിനോ അല്ലെങ്കിൽ 10-1 ചിലവിന് ചൈനയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ എന്തിനാ ആ ഫാക്ടറി നടത്തുന്നത്, നമ്മൾ ചൈനയ്ക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ അവിടെ വന്ന പരിഷ്കാരം വാസ് നോട്ട് എ ടെക്നിക്കൽ പരിഷ്കാരം. ബട്ട് ദാറ്റ് വാസ് എനേബിൾഡ് പാർട്ട്ലി ബൈ ബെറ്റർ കമ്മ്യൂണിക്കേഷൻസ്, ഇൻ്റർനെറ്റ്, ഇതൊക്കെ വന്നതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ളൊരു ഓപ്പറേഷൻ മാനേജ് ചെയ്യാൻ സാധിച്ചു. അപ്പം ഞാൻ അതേ രീതിയിൽ നമുക്ക് പറയാം ടെക്നോളജിയുടെ ഒരു ഇതായിരുന്നു. സോ അതൊരു എക്സാമ്പിൾ. അപ്പം ഡെട്രോയിറ്റിലുള്ള ഒരു ഫാക്ടറി അടച്ചുപൂട്ടി ചൈനയിൽ ഷെൻസണിൽ പുതിയൊരു ഫാക്ടറി തുറന്ന് ഇവിടെ 10,000 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, ഇവിടെ 10,000 പേർക്ക് ജോലി ലഭിച്ചു. അപ്പം നമ്മൾ ഈ ടെക്നോളജിയെ പറ്റി, ഇത് ഇൻ്റർനെറ്റിൻ്റെ ടെക്നോളജി ഇങ്ങനെ ഉപയോഗിച്ചത് ശരിയായിരുന്നോ, ലോജിക്കലായിരുന്നോ? ഇപ്പം അമേരിക്കയിൽ പലരും ദേ ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അമേരിക്ക ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ചൈനയെ സഹായിക്കാനായിട്ടല്ല ചെയ്തത്. അവരുടെ ബാലൻസ് ഷീറ്റ്സും അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അവരുടെ ഷെയർ ഹോൾഡർ വാല്യൂ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ 10,000-കണക്കിന് വർക്കേഴ്സിൻ്റെ കാര്യം ഒട്ടും ശ്രദ്ധിക്കാതെ എടുത്ത തീരുമാനങ്ങളായതുകൊണ്ടാണ് ഇത് നടന്നത്. അപ്പം പലരും പറഞ്ഞു അത് നമ്മൾ പുനഃപരിശോധിക്കാൻ പറ്റില്ല, അത് ചെയ്തു പോയി. അപ്പോൾ അതിൻ്റെ ഒരു വശം മാത്രമാണ് ദാറ്റ് ഹെൽപ്ഡ് ചൈന ബിക്കം എ സൂപ്പർ പവർ. അത് വേറെ കാര്യം. പക്ഷേ ആ ഉദ്ദേശത്തോടു കൂടിയല്ല അവിടുത്തെ ക്യാപിറ്റലിസ്റ്റ് ഇങ്ങോട്ട് ഈ ഫാക്ടറീസ് എല്ലാം അയച്ചത്. സോ ഇതൊരു വശം. വേറൊരു വശം എന്ന് പറയുന്നത് നമ്മൾ പറയും ടെക്നോളജി, കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ. നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി, അമേരിക്കയിലെ എക്സാമ്പിൾ എടുക്കാം, അത് കേരളത്തിലും വേണമെങ്കിൽ പറയാം. ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഒരു ഫാക്ടറിയുടെ പ്രോഡക്ട്സിൻ്റെ ഉൽപ്പന്നം ഈസ് നോ ലോങ്ങർ നെസസറി നൗ ബിക്കോസ് പുതിയ ഇന്നോവേഷൻ വന്നിട്ടുണ്ട്, വിച്ച് ഒരു ഡിസ്റപ്റ്റീവ് ഇന്നോവേഷനാണ്. ആ പ്രോഡക്റ്റിൻ്റെ ആവശ്യം ഇനിയില്ല, പുതിയ പ്രോഡക്റ്റാണ്. സോ ലെറ്റ് us say ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ ക്യാമറ വന്നതോടുകൂടി ഫിലിം ക്യാമറാസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫിലിം മാനുഫാക്ചറിങ് കമ്പനി, ലോകത്തെ ഏറ്റവും വലിയ ഫിലിം മാനുഫാക്ചറിങ് കമ്പനിയായിരുന്നു കൊഡാക്ക്. അപ്പോൾ കൊഡാക്ക് ഏതോ ഒരു അമേരിക്കൻ പട്ടണത്തിൽ വലിയ ഫാക്ടറീസ് കാണുമായിരിക്കും അവർക്ക്. സഡൻലി ആ ഫാക്ടറീസിനൊന്നും ജോലിയില്ല, എല്ലാം അടച്ചു പൂട്ടണം. ആ ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന ലെറ്റ് us say 10,000 തൊഴിലാളികൾ ആർ വിതൗട്ട് എ ജോബ്. പക്ഷേ ഡിജിറ്റൽ ടെക്നോളജി, ഡിജിറ്റൽ ക്യാമറ ആൻഡ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി കൊണ്ട് അനന്തമായിട്ടുള്ള പുതിയ പോസിബിലിറ്റീസ് വന്നു, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്. ബട്ട് വാട്ട് അബൌട്ട് ദീസ് 10,000 വർക്കേഴ്സ് ഇൻ ദാറ്റ് ഫാക്ടറി? അവർക്ക് ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെ, സാങ്കേതിക വിദ്യയുടെ മിറക്കിൾസ് ഒന്നും മനസ്സിലാക്കാൻ ശേഷിയുള്ളവരൊന്നും അല്ല. അവർ ITIക്കാരും
ഫിറ്ററും ടേണറും വെൽഡറും ഇലക്ട്രീഷ്യനുമാണ്. ദാറ്റ് ഈസ് ഓൾ ദേ നോ. 10, 40, 45, 50 വയസ്സായി, അവർക്ക് 2 മക്കളുണ്ട്, സ്കൂളിൽ പഠിക്കുന്നു, അവർ കോളേജ് ഫീസ് അടയ്ക്കണം, അടുത്ത വീടിൻ്റെ മോർട്ട്ഗേജ് അടയ്ക്കണം, പക്ഷേ ഫാക്ടറി അടച്ചു. ഹൂ ഈസ് ഗോയിങ് ടു ലുക്ക് ആഫ്റ്റർ ദീസ് പീപ്പിൾ? അപ്പം ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് കൊണ്ട് നമ്മളൊരു ആഗോള തലത്തിലുള്ള ഒരു കാഴ്ചപ്പാടും വളരെ വിശാലമായിട്ട് കാഴ്ചപ്പാടെടുത്ത് ആഗ്രിഗേറ്റ് നമ്പേഴ്സ് നോക്കി GDP കൂടി എന്നൊക്കെ പറയുമ്പം വാട്ട് അബൌട്ട് ദീസ് സ്റ്റോറീസ്? ആൻഡ് ഇത് ഒരു വർഷത്തേക്ക് അല്ല, നമ്മൾ പറയും ഇതൊരു ട്രാൻസിറ്ററി ഫിനോമിനനാണ്, കുറച്ച് മാസങ്ങളൊന്നുമല്ല. ദീസ് ആർ ഓൾ കോൾഡ് റസ്റ്റ് ബെൽറ്റ്. അമേരിക്കയിലുള്ള റസ്റ്റ് ബെൽറ്റ് ടൗൺസിൽ ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുക. There is nothing there. There is no investment. അത് കണ്ടാൽ വിചാരിക്കും some nuclear bomb has dropped on that town. It's gone. ദിസ് ആസ്പെക്റ്റ് ഈ ടെക്നോളജിയെ പറ്റി പോസിറ്റീവായിട്ട് പറയുന്നവർ, സോ എവ്രിവെയർ വി ഹാവ് ചോയ്സസ് എന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ആ ചോയ്സസ് വെൻ വി മേക്ക്, ദീസ് ആർ നോട്ട് ഓട്ടോമാറ്റിക് ഡിഫോൾട്ട്, ഒട്ടും ആലോചിക്കാതെ നമ്മൾ എടുക്കേണ്ട ചോയ്സസ് അല്ല, ആലോചിച്ചുകൊണ്ട് എടുക്കേണ്ട ചോയ്സസാണ് നമ്മൾ. ഇതാണ് കോൺസിക്വൻസ്. ഈ 10,000 പേരുടെ തൊഴിൽ നഷ്ടപ്പെടും. 10,000 പേര് അഥവാ 10,000 കുടുംബങ്ങൾ, ഈ 10,000 കുടുംബങ്ങൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി സംബഡി ഹാസ് ടു തിങ്ക്, സംബഡി ഹാസ് ടു സോൾവ് ദ പ്രോബ്ലം. ഈ 10,000 കുടുംബങ്ങളുടെ ഇൻഡിവിജ്വൽ പ്രോബ്ലമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിപ്പറയാൻ പാടില്ല. ഒരു സിവിലൈസ് സമൂഹമാണെങ്കിൽ വി ഹാവ് ടു നോ വാട്ട് ഈസ് ദ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. വി കാൻ സേ ദാറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം. അതാണ്. സോ ഈ ടെക്നോളജി എൻ്റെ അഭിപ്രായത്തിൽ വളരെ ടഫായിട്ടുള്ള, നമ്മളെ ശരിയായിട്ട് അലട്ടുന്ന, നമ്മളെ ശരിയായിട്ട് വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇറ്റ് വിൽ കീപ്പ് ഓൺ റേസിങ്. ആൻഡ് ദി ആൻസേഴ്സ് ടു ഇറ്റ് ആർ നോട്ട് സിമ്പിൾ. ഇഫ് യു തിങ്ക് ദി ആൻസേഴ്സ് ആർ സിമ്പിൾ, ദാറ്റ് ടെൽസ് ദ ലിസണർ വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ വി ആർ. ദാറ്റ് മീൻസ് വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദ കോൺസിക്വൻസസ് ഓൺ അതർ ഹ്യൂമൻ ബീങ്സ്. ഇറ്റ് ഈസ് നോട്ട് അവർ കൺസേൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ഗുഡ് ടു ബി ഇൻ, ഐ വുഡ്ന്റ് ലൈക്ക് ടു ബി ഇൻ ദാറ്റ് category of people who say that that's not my problem, that guy's problem. ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനമാവുക എന്ന് പറയുമ്പോൾ അതിൽ പല ഘടകങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് നയങ്ങളും അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അത് റെസൊല്യൂഷനുള്ള പിന്നെ ശ്രമങ്ങൾ അത് ഏറ്റവും വളരെ വിജയകരമായിട്ട് തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിന് ഈ വ്യവസായ സൗഹാർദ്ദം എന്ന് പറയുന്നതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന അത് എന്താണെന്ന്. ഒരു തർക്കവും ഇല്ലാത്ത ഒരു സമൂഹമാണോ അത്? ഈ അതായത് വ്യവസായ സൗഹാർദ്ദം ഉണ്ട്, ഇന്ന സ്ഥലത്ത് വ്യവസായ സൗഹാർദ്ദം ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, അത് അവിടെ ഒരു തർക്കവും ഇല്ലെന്നാണോ? ബിക്കോസ് ഒരു കൊടിയും കാണാൻ പാടില്ല, ഒരു സമരവും കാണാൻ പാടില്ല, ഈ ഗേറ്റ് മീറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ അവിടെ വ്യവസായ സൗഹാർദ്ദം ഉണ്ടെന്നാണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതല്ല, അത് വ്യവസായ സൗഹാർദ്ദത്തിൻ്റെ ഒരു ലക്ഷണമല്ല. അവിടെ പീപ്പിൾ, നൂറുകണക്കിന് തൊഴിലാളികൾ ഒരു സ്ഥാപനത്തിൽ എൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുമ്പം അവരും പിന്നെ സൂപ്പർവൈസർമാരും മാനേജർമാരും ഡയറക്ടർമാരും ഒക്കെ ഉള്ള ഒരു എൻറ്റിറ്റിയാണ് ആ വ്യവസായ സ്ഥാപനം. അപ്പം അവിടെ ഒരു തർക്കവും ഉണ്ടാകുന്നില്ല. എല്ലാം വളരെ ഇതാണെന്ന് പറയുന്ന പരുദീസയിൽ പോലും ഞാൻ പറയുന്നത് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഉന്നയിക്കാൻ ആയിട്ട് അവർ തയ്യാറല്ല. എന്തുകൊണ്ട് തയ്യാറല്ല? അവരുടെ ജോലിയെ ബാധിക്കുന്ന, അവരുടെ തൊഴിൽ കണ്ടീഷൻസിനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആരായാലും എന്തായാലും അവർക്ക് വിഷമം തോന്നിയാൽ അവർ പറയാതിരിക്കുന്നതിൻ്റെ അർത്ഥം ഭയം കൊണ്ടായിരിക്കണം. അല്ലാതെ അവർ എന്തുകൊണ്ട് മടിച്ച് നിൽക്കുന്നു? അപ്പം ആ ഭയം കൊണ്ട്, അത് എന്തുകൊണ്ട് ഭയം? അവരുടെ ജോലി നഷ്ടപ്പെടും, എന്തെങ്കിലും പറഞ്ഞാൽ ജോലി നഷ്ടപ്പെടും. ജോലി നഷ്ടപ്പെട്ടാൽ അയാൾ
വേറെ ജോലി കിട്ടാൻ പോകുന്നില്ല, പട്ടിണിയാവും, അയാളുടെ കുടുംബം അയാളെ ആശ്രയിച്ച്. അപ്പം ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് അപ്പം ഈ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഈ വർക്കറിനെ ഡ്രൈവ് ചെയ്യുന്ന അതാണ്, അത് ശരിയാണ്. വർക്കർ ഡസ് നോട്ട് വാണ്ട് ടു ലൂസ് ഹിസ് ജോബ്. പക്ഷേ ദേ ഓൾസോ വാണ്ട് ടു ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി, ദേ ഓൾസോ വാണ്ട് ടു ബി ട്രീറ്റഡ് വിത്ത് ഫെയർനെസ്. അൺഫെയറായിട്ട് എന്തെങ്കിലും നടക്കുവാണെങ്കിൽ അത് അറിഞ്ഞിട്ടും അത് അവരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടും അവരത് ഉന്നയിക്കാൻ മടിച്ച് നിൽക്കുന്നത് നല്ലൊരു ലക്ഷണമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇൻഫാക്റ്റ് അത് അടിച്ചമർത്തി വെക്കുന്ന ഒരു ഇതാണെങ്കിൽ, അത് അവരെ സപ്രസ് ചെയ്ത് വെക്കുന്ന ഇതാണെങ്കിൽ പിന്നെ പൊട്ടിത്തെറി ഉണ്ടാകുമ്പം അത് വല്ലാത്തൊരു പൊട്ടിത്തെറിയായിരിക്കും. ആ സമയത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ വല്ലാതെ വയലൻസിലോട്ടൊക്കെ കലാശിക്കും. അത് നമ്മൾ ഇന്ത്യയിൽ വ്യവസായ കേന്ദ്രങ്ങളായ മനേസറിലുള്ള ഹീറോ ഹോണ്ടയുടെ പ്ലാന്റും മാരുതി സുസുക്കിയുടെ പ്ലാന്റുകളിലും ഒക്കെ, പിന്നെ TVS സുസുക്കിയുടെ ഹോസൂറിലെ പ്ലാന്റിലും ഒക്കെ ആസിഡ് ബൾബ് എടുത്തിട്ട് എറിയുക, HR ചീഫിനെ ഇരുമ്പ് കമ്പി കൊണ്ട് തല്ലിക്കൊല്ലുക എന്നൊക്കെ പറയുന്നതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള സംഭവങ്ങളല്ല. പക്ഷേ അത് പൊട്ടിത്തെറി ഉണ്ടാകുമ്പം അത് ആ ഇതിലേക്കാണ് പോയി കലാശിക്കുന്നത്, വല്ലാത്ത വയലൻസിലേക്കാണ് പോയി കലാശിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ വേറെ ഒരു വ്യവസ്ഥയെപ്പറ്റി ആലോചിക്കാം. അവിടെ ഡെയിലി അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും കുറേ ഗ്രീവൻസസും കംപ്ലയിൻസ് വെച്ചുകൊണ്ട് യൂണിയൻ നേതാവ് പോയി ഫാക്ടറി മാനേജറെ കാണും. സാറേ ഇങ്ങനെ നടന്നു, മറ്റേ ആളെ ആ പോസ്റ്റിലേക്ക് ഇതായി, മറ്റേ ആളെ രണ്ടാഴ്ച തുടർച്ചയായിട്ട് B ഷിഫ്റ്റ് റോട്ടായിലിട്ടിരിക്കുന്നു, അത് ശരിയല്ലല്ലോ, അത് എന്ത് ന്യായം മനസ്സിൽ നമ്മുടെ എഗ്രിമെൻറ്റിൽ ഇന്ന വ്യവസ്ഥ പ്രകാരം. അപ്പോൾ ഞാൻ പറഞ്ഞേ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവിടെ വ്യവസായ സൗഹാർദ്ദം ഇല്ലെന്നാണോ എൻ്റെ അർത്ഥം? ഞാൻ നേരെ മറിച്ച് ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല. അവിടെ ഒരു ശ്മശാനത്തിൻ്റെ പ്രതീതി ആണ് അവിടെ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് സൈലൻസ് ഓഫ് ദി ടൂംബാണ്. അവിടെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അത് അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് മനുഷ്യർ ഉള്ള തൊഴിലാളികളും മാനേജ്മെൻറ്റും എല്ലാം ഇത്രയും ആൾക്കാർ കൂടെ ജോലി ചെയ്യുന്നവരിൽ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരച്ചേർച്ചകളും എല്ലാം ഉണ്ടാവും. ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിൽ ഉണ്ടാകുന്നില്ലെന്നല്ല, ഒന്നും പറയുന്നില്ല. അത് നമ്മൾ ശരിയായിട്ട് ആലോചിക്കേണ്ട നേരെ മറിച്ച് വേറൊരു വ്യവസ്ഥയിൽ പ്രശ്നങ്ങളിങ്ങനെ ഉന്നയിക്കും, ചർച്ച ചെയ്യും, പരിഹരിക്കപ്പെടും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള അവിടെ സൗഹാർദ്ദം ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു നേരെ മറിച്ച് ഒരു സിവിലൈസ്ഡ് സംവിധാനത്തിൻ്റെ ലക്ഷണമാണ് അത്. ബിക്കോസ് കാര്യങ്ങളെല്ലാം ഉന്നയിച്ച് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അപ്പം നമ്മുടെ ഐഡിയ ഈ യൂണിയൻ ലീഡർ എല്ലാ ആഴ്ചയും മാനേജറിൻ്റെ ക്യാബിനിലോട്ട് കയറി ചെല്ലുന്നത് വ്യവസായ സൗഹാർദ്ദം ഇല്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൻ്റെ നേരെ മറിച്ചാണെന്നാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ ലക്ഷണം, അവിടെ സൗഹാർദ്ദം ഉണ്ട്. ബിക്കോസ് സൗഹാർദ്ദപരമായിട്ട് ചർച്ചയിൽ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ച് തീർക്കുകയാണ് പ്രശ്നങ്ങളാണ്. അതാണ് സിവിലൈസ്ഡ് ബിഹേവിയറിൻ്റെ ലക്ഷണം. അല്ലാതെ കോടാലിയും കമ്പും സൈക്കിൾ ചെയിനുമൊക്കെ ആയിട്ട് വന്നിരുന്ന് പിന്നെ പോലീസിനെ വിട്ട് സായുധ പോലീസിൻ്റെ പ്രൊട്ടക്ഷനിൽ എന്നും മാനേജർമാരും ഒക്കെ ഫാക്ടറി കയറി ചെല്ലുന്ന അതല്ല സൗഹാർദ്ദം എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു കോണ്ടസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സൗഹാർദ്ദ സമീപനം അപ്പം കേരളത്തിൽ ഞാൻ കാണുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ് ദാറ്റ് ഇപ്പം എൻ്റെ ഫാക്ടറിയെ പറ്റി ഞാൻ ഉദാഹരണം പറയും. എൻ്റെ അനുഭവം എന്താണ്? 25 വർഷം ഞാൻ അവിടെ ഒരു കമ്പനി നടത്തി. ചെറിയ ഫാക്ടറി ആയിരുന്നു ആദ്യം. 25 വർക്കേഴ്സ് വെച്ച് തുടങ്ങി. 1400 ഞാൻ കമ്പനി വിൽക്കുമ്പോൾ 1400 വർക്കേഴ്സ് ഉള്ള 3 ഷിഫ്റ്റ് 300 ദിവസം വർക്ക് ചെയ്യുന്ന 58 രാജ്യങ്ങളിലേക്ക് ജീവൻ രക്ഷിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കി കയറ്റി അയക്കുന്ന ഫാക്ടറി ലോകത്തെ തന്നെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഫാക്ടറീസ്, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വൺ ഓഫ് ദി ബിഗസ്റ്റ് ഫാക്ടറീസ് ആയിട്ട് മാറി. 4 യൂണിയൻസ് ഉണ്ട്. ഞാൻ ഈ നടത്തിക്കൊണ്ടിരുന്ന ആ 20-25 വർഷം ഒരു ദിവസം ഒരു ഷിഫ്റ്റ് പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം പലരുടെയും ഐഡിയ, പലരും ഇതിനെപ്പറ്റി എൻ്റെ അനുഭവത്തിനെ പറ്റി അറിയാതെ അവർ വിചാരിക്കുന്നത് ബാലഗോപാലിന് എന്തോ മാന്ത്രിക വിദ്യ എന്തോ മനസ്സിലായി, ദറ്റ് എൻ്റെ കഴിവിൽ എന്തോ ഉണ്ടായിരുന്നു, ദറ്റ് ഐ കുഡ് മേക്ക് പ്രോബ്ലംസ് ഡിസപ്പിയർ. സോ ദർ വാസ്, അവർ പറയുന്നു ഒരു പ്രോബ്ലവും ഇല്ലാതെ 25 വർഷം ബിസിനസ് നടത്തി, ഫാക്ടറി നടത്തി.
അത് ശുദ്ധ മണ്ടത്തരാണ്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ദി പ്രോബ്ലംസ് സംസാരിച്ച് തീർക്കാനായിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. പല പ്രോബ്ലംസും ആ ഷോപ്പ് ഫ്ലോർ ലെവലിൽ തന്നെ തീരും. പലതും വർക്ക്സ് കമ്മിറ്റിയിലേക്കോ വർക്ക്സ് മാനേജറുടെ ഓഫീസിലെത്തും. ചിലത് ആ പേഴ്സണൽ മാനേജറും എല്ലാവരും ചേർന്നിരുന്ന് വർക്ക്സ് കമ്മിറ്റിയിൽ ചർച്ചയായിട്ട് തീർക്കും. ആൻഡ് പലപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങൾ കുറച്ചും കൂടെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ മൂത്ത് വരുമ്പം നമ്മൾ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറെ അറിയിച്ച് കൺസിലിയേഷൻ കോൺഫറൻസ് അദ്ദേഹത്തിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് നമ്മൾ അവർക്ക് റെഫർ ചെയ്തിട്ട് അവിടെ ചർച്ച ചെയ്ത് തീർക്കും, അവസാനിപ്പിക്കും. അപ്പം ഇത്രയും വർഷം ഒരു സമരം ഉണ്ടായില്ല, പിന്നെ വർക്ക് തടസ്സം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളില്ലായിരുന്നു എന്നല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതാണ് വലിയൊരു തെറ്റിദ്ധാരണ. 25 വർഷം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് സാർ ഇങ്ങനെ പറഞ്ഞ് താങ്ക് യു സാർ, അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കും, ചർച്ച ചെയ്യും, അതിന് പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പക്ഷേ ഇതൊന്നും നെവർ എഫക്റ്റഡ് വർക്ക്. അതാണ് ഒരു സിവിലൈസ്ഡ് സമ്പ്രദായം, ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ സിനറി എന്ന് പറയും. അപ്പോൾ ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് ഇസ് ദ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസ് ദ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസ്. നമ്മളെ സ്റ്റേറ്റ് ലെവലിൽ എല്ലാ സ്റ്റേറ്റ്സിലും ഒരു ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും, സെക്രട്ടറി ലേബർ ഉണ്ടാകും, പിന്നെ കമ്മീഷണർ ഓഫ് ദി ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും. അവരുടെ കീഴിൽ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസസ് ഉണ്ടാകും. ഡിസ്ട്രിക്ട് ലേബർ ഓഫീസസിൻ്റെ കീഴിൽ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറും DLOസും ഒക്കെ ഉണ്ട്. ഇങ്ങനൊരു സംവിധാനമുണ്ട്. അപ്പോൾ സപ്പോസ് ഞാൻ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫാക്ടറി ആണെങ്കിൽ എൻ്റെ പ്രോബ്ലംസ് വിൽ ഹാവ് ടു ബി റെഫർ ടു ദ DLO ഇൻ ദ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസ് ഇൻ എറണാകുളം. അപ്പോൾ ആ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ ആസ് ഫാർ as he is concerned, he is the dispute resolution mechanism authority for എറണാകുളം ഡിസ്ട്രിക്ട്. അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ഫാക്ടറീസിൻ്റെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടായാൽ അവർക്ക് റെഫർ ചെയ്താൽ ദേ വിൽ കോൾ ബോത്ത് പാർട്ടീസ്. അവർക്ക് ഒരു ഹിയറിംഗ് പോലെ, അത് ഒരു റെഗുലർ ഡ്രില്ലാണ്. ഇറ്റ്സ് നോട്ട് ഇൻഫോർമൽ, വെരി ഫോർമൽ വേ ഇറ്റ് ഇസ് ഡൺ. ബട്ട് ഇറ്റ് വർക്ക്സ് ബിക്കോസ് കണക്കുകളെല്ലാം പരിശോധിച്ചാൽ number of days lost due to industrial action in Kerala has been declining and is among the lowest in India. കണക്കുകൾ നോക്കിയാൽ മതി. പക്ഷേ പീപ്പിൾ ആർ നോട്ട് വില്ലിംഗ് ടു ലുക്ക് അറ്റ് ഫിഗേഴ്സ്. പീപ്പിൾ വിൽ ഓൺലി സീ ഫാക്ടറിയുടെ വെളിയിൽ കൊടികൾ കുത്തിയിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ഗേറ്റ് മീറ്റിംഗ് നടക്കുന്നു. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം നമ്മുടെ മീഡിയ എടുത്ത് ഫ്രണ്ട് പേജിൽ ഇടുകയും ചെയ്യും. when there is no need to do that. ഇത് തമിഴ്നാട്ടിലോ കർണാടകയിലോ എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി മെൻഷൻഡ് എനിവെയർ. ആൻഡ് അവിടെ ഹോസൂറിൽ തീപിടുത്തം, മാനേജറിനെ തല്ലിക്കൊല്ലുന്നു, മറ്റേ ആസിഡ് ബൾബ് ഒഴിക്കുന്നു, ഇതൊക്കെ നത്തിങ് കംസ് ഇൻ ദ ന്യൂസ്. ഹൗ കം? അത് പല പൊതുമേഖലാ മാനേജർമാർ, ഞാൻ CIIയുടെ മീറ്റിങ്സിലും അന്നൊക്കെ 25 വർഷം 30 വർഷം മുമ്പൊക്കെ ഇതിന് പോകുമ്പം കേരളത്തിൽ ഈ ചില സീനിയർ മാനേജർമാർ ITI, ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡ്, പിന്നെ വേറെ കേരള ടെൽക്ക്, പിന്നെ FACT, അങ്ങനത്തെ ഉള്ള സ്ഥാപനങ്ങളുടെ സീനിയർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഉദ്യോഗസ്ഥർ വരും. അവർ പലരും ഔട്ട്സൈഡ് ദ സ്റ്റേറ്റിൽ നിന്നുള്ളവരായിരിക്കും. ബിക്കോസ് ചില സ്ഥാപനങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. അവർ ഈ മീറ്റിങ്സിൽ വന്ന് നമ്മുടെ ഇവിടുത്തെ കൺസേൺസും ഇവിടുത്തെ ഓരോ അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ, മാനേജർമാരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ പറയും, ആ മീറ്റിങ്ങിൽ പലരും പറഞ്ഞു, ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഇവിടെ വർക്കേഴ്സും മാനേജ്മെൻറ്റും സംസാരിക്കാൻ തയ്യാറാണ് രണ്ട് കൂട്ടരും. അപ്പം പിന്നെ എന്താ പ്രശ്നം? മറ്റേടത്ത് പ്രശ്നം ഉണ്ടാവുമ്പം പിന്നെ സായുധ സേനയെ വിളിക്കേണ്ടി വരും. സംസാരത്തിനൊന്നും പ്രസക്തിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടർ നിൽക്കുന്ന കോടാലിയും സൈക്കിൾ ചെയിനും ആസിഡ് ബൾബും ഒക്കെ ആയിട്ടാണ് മറ്റവർ പോലീസിൻ്റെ പുറയിൽ, സായുധ സേനയുടെ പുറയിൽ ഇങ്ങനെ നിൽക്കുന്നു. ആ നിയമത്തിൻ്റെ ബലത്തിൽ
അതാണ് അവരുടെ ബലം. ദർ ഇസ് നോ ടോക്ക് വിച്ച് ഇസ് ഗോയിങ് ഓൺ. കേരളത്തിൽ ഈ സെഡ് ഞങ്ങളുടെ അനുഭവം ഇവർ പറയുക, അവരുടെ അനുഭവം ഇന്ത്യയിൽ പല ഭാഗങ്ങളും വർക്ക് ചെയ്തിട്ട് കേരളത്തിൽ വന്നിട്ട് വർക്ക് ചെയ്തിട്ട് അവരുടെ അനുഭവം ഇവിടെ ഇറ്റ് ഈസ് വെരി ഈസി ടു ഡീൽ വിത്ത് പീപ്പിൾ ബിക്കോസ് ദേ ആർ വില്ലിങ് ടു ടോക്ക്. അപ്പോൾ പക്ഷേ നമ്മളങ്ങനെ നോക്കത്തില്ല. നമ്മൾ പറയുന്നത് അയാൾ പോയി ജോലി ചെയ്യണ്ടേ, അയാൾ വന്ന് ഉടനെ ഒരു ഡിസ്പ്യൂട്ട് ഒരു മറ്റേ മറിച്ച്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വെച്ചുകൊണ്ട് വന്നാൽ അതൊരു മിസ്ഡിമീനറാണ്, അതൊരു മിസ്ബിഹേവിയർ ആണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് പരിചയക്കുറവ് കൊണ്ട് ഉള്ള മാനേജർമാരും ബിസിനസ് ഉടമകളുടെ ലക്ഷണമാണെന്നാണ് ഞാൻ കാണുന്നത്. അവർ വെളിയിൽ എവിടെയെങ്കിലും പോയി ആ ഓരോ സ്ഥാപനങ്ങൾ കാണണം. അവിടെ വർക്ക് ചെയ്യുന്നവർ അടിമകളല്ല. ഞാൻ പറയുന്നത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് നമ്മുടെ ദേ ആർ നോട്ട് സ്ലേവ്സ് ഓർ ദേ ആർ പീപ്പിൾ വിത്ത് റൈറ്റ്സ് ആൻഡ് their rights are protected by very impressive legislation. നമ്മുടെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, പിന്നെ ഓക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹാസർഡസ് സബ്സ്റ്റൻസസിൻ്റെ ഒരു പല നിയമങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉദ്ദേശം ഇസ് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി വർക്കേഴ്സ്. സോ അവർക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. അത് അതിൻ്റെ ഒരു അംഗീകാരമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഏതെങ്കിലും ഒരു വ്യവസ്ഥയെ പറ്റി അഭിപ്രായ വ്യത്യാസം വരുവാണെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടാണ്. അപ്പോൾ ആ ഡിസ്പ്യൂട്ട് ഒന്നിൽ നമുക്ക് രമ്യമായിട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം, അതായത് DLO അഥവാ DLO. അവിടെയും സോൾവ് ചെയ്തില്ലെങ്കിൽ ലേബർ കോർട്ടിന് പോകാം. ലേബർ കോർട്ട് എന്ന് പറഞ്ഞ പ്രത്യേക കോർട്ട്സ് ഉണ്ട്, അവിടെയും പോകാം. അപ്പം ഞങ്ങൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ സാധിച്ചത്. അല്ലാതെ അവിടെ പ്രശ്നം ഇല്ലെന്നല്ല. പ്രശ്നമില്ലാത്ത ഒരു സ്ഥലത്തേ ഉള്ളൂ പ്രശ്നമില്ലാത്ത ശ്മശാനത്തിന്. ബാക്കിയുള്ളിടത്തെല്ലാം വീട്ടിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടല്ലോ ഓരോരുത്തരുടെ. പിന്നെയാണോ വ്യവസായ സ്ഥാപനത്തിൽ പ്രശ്നങ്ങളുണ്ടാവാതിരിക്കുന്നത്?